Good morning, all. Good morning, ma'am. Okay, അപ്പൊ നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഏതാണ്ട് അവസാനിച്ചു അല്ലേ? എങ്ങനെയുണ്ട് വായിച്ചു നോക്കിയിട്ട് ഓർഗനൈസേഷൻ ബിഹേവിയർ ഒക്കെ എടുത്ത് നോക്കിയോ? വായിച്ചു തുടങ്ങിയോ? ഓക്കെ, വായിച്ചു തുടങ്ങിയോ? ഓർഗനൈസേഷൻ ബിഹേവിയർ ഒക്കെ ലാസ്റ്റിലേക്ക് വെച്ചൊക്കെ എനിക്ക് പറ്റും ടഫുള്ള ചാപ്റ്റർ ഒക്കെ ആയതുകൊണ്ട്. ഓക്കെ, നിങ്ങൾക്ക് എങ്ങനെയാ വായിച്ചിട്ട് എന്തെങ്കിലും ഒന്നുകൂടി ജസ്റ്റ് പറഞ്ഞു പോകാനാണോ ഉദ്ദേശിക്കുന്നത്? എന്തായാലും ക്ലാസ് എടുത്ത് കഴിഞ്ഞു, ജസ്റ്റ് ഒന്നുകൂടി പറഞ്ഞു പോയാൽ മതിയോ? ലാസ്റ്റ് എടുത്തൊക്കെ വായിച്ചു നോക്കിയായിരുന്നോ? ഈ ദിവസങ്ങളിൽ നമ്മൾ എടുത്തതൊക്കെ അപ്പൊ പഠിച്ചു പോകാനൊക്കെ പറഞ്ഞിരുന്നു, വായിച്ചു നോക്കിയായിരുന്നോ? അതൊരു റെസ്പോണ്ടും ഇല്ല. വായിച്ചിട്ട് തുടങ്ങിയോ നിങ്ങൾ ഓർഗനൈസേഷൻ ബിഹേവിയർ ഒക്കെ? എന്തായാലും കുറച്ച് ഗ്യാപ്പ് ഉണ്ടെന്ന് തോന്നുന്നു അല്ലെ? എക്സാമിന് അത്യാവശ്യം ഗ്യാപ്പ് ഉണ്ടെന്ന് തോന്നുന്നു. അടുത്തതാണ് ഇതില് പ്രധാനമായിട്ടും മോട്ടിവേഷൻ അല്ലെ, ഒരു വലിയ ചാപ്റ്റർ ആയതുകൊണ്ട് ഒരുപാട് നിങ്ങൾ ഇത് ചെയ്യേണ്ട മോട്ടിവേഷൻ സിമ്പിൾ ആയിട്ടുള്ള ഭാഗങ്ങളും ഉണ്ട് അല്ലെ. മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ഊഹിച്ച് എഴുതാവുന്ന കുറെ കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ അല്ലെ അദ്ദേഹത്തിന്റെ തിയറി ഒക്കെ ആണെങ്കിലും അപ്പൊ ജസ്റ്റ് അതൊക്കെ നോക്കാം. പ്രധാനമായിട്ട് അതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. ഇച്ചിരി ടഫായിട്ടുള്ള നമ്മുടെ അടുത്ത് പോയ മേഖല അല്ലെ, പക്ഷെ നമുക്കറിയാം അവിടെ ബിഹേവിയറലായിട്ടുള്ള കുറെ ചേഞ്ചസ് ആണ്. അപ്പൊ പൊതുവെ അതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നാലും കുറച്ചൊക്കെ ഞങ്ങൾ പ്രതീക്ഷിക്കാം. ഞാൻ എപ്പോഴും പറയുന്ന മാതിരി തന്നെ ഓരോന്നിന്റെയും എന്താണ് പെർസെപ്ഷൻ, എന്താണ് സെലക്റ്റീവ് പെർസെപ്ഷൻ, എന്താണ് ജസ്റ്റ് ആ ഒരു എന്തെങ്കിലും നിങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പോ അല്ലാതെ ഏകദേശം നമുക്കറിയാം ഒരു എക്സാമ്പിൾ വെച്ചിട്ട് അത് ഇതാണ് ഇനി ഏത് പെർസെപ്ഷൻ അങ്ങനെയൊന്നും ചോദിച്ച് കാണാറില്ല. ജസ്റ്റ് ആ ഒരു ഇത് നമ്മുടെ ടെക്സ്റ്റ് എന്താണ് പറഞ്ഞിരിക്കുന്നത് അതിനനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് കാണാറുള്ളത്. ഓക്കെ, ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു രീതി നിങ്ങൾ പേടിക്കാനൊന്നുമില്ല. ഓർഗനൈസേഷൻ ബിഹേവിയറിൽ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് റയറായിട്ട് കാണാറുള്ളത്. ഓക്കെ, അപ്പൊ ഓരോന്നും ജസ്റ്റ് ഒന്ന് വായിച്ചു തന്നെ പോകാൻ ശ്രമിക്കുക. നിങ്ങൾ വായിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം അല്ലെ, എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ആ ഭാഗങ്ങളോട് ചോദിക്കാം. അങ്ങനെ വായിച്ചു നോക്കിയോ? പ്രത്യേകിച്ചൊന്നും വായിച്ചു നോക്കിയിട്ടില്ല എന്ന് ഇനിയാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ പിന്നെ വായിച്ചു നോക്കിയിട്ടില്ല. പിന്നെ എങ്ങനെയാ നമ്മള് തുടങ്ങി വെച്ചാലോ? അതായത് നമ്മളെ ലാസ്റ്റിൽ നിന്ന് തന്നെ നിങ്ങളുടെ മൈൻഡിലേക്ക് കൊണ്ടുവരാം. അപ്പൊ എളുപ്പത്തിൽ ചിലപ്പോൾ ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റുമായിരിക്കും അല്ലെ. ഇടയ്ക്ക് ലാസ്റ്റ് ടൈമില് നമ്മള് അടുത്ത് പോയ ഭാഗങ്ങളിൽ തന്നെ മുകളിലേക്ക് പോകാനായിട്ട് ശ്രമിക്കാം. അതിൽ നമ്മള് ഇംപ്രഷൻ മാനേജ്മെന്റ് തന്നെയാണ് ലാസ്റ്റ് ഡിസ്കസ് ചെയ്തത് അല്ലെ. ഇവിടെ ഇംപ്രഷൻ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കുക അല്ലെ, അവിടെ പീപ്പിൾ ട്രൈ ടു പ്രസന്റ് ദംസെൽവ്സ് ഇൻ സച്ച് എ വേ ടു ഇംപ്രസ് അതേഴ്സ് ഇൻ സൊസൈറ്റി ഡിസൈറബിൾ വേ അല്ലെ. അപ്പൊ ഒരു വ്യക്തി മറ്റുള്ളവരെ എങ്ങനെ കാണുന്നു അല്ലെ, അതിന് ആ ഒരു ഇംപ്രഷൻ വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് ചിലപ്പോൾ ഉണ്ടാവുക അല്ലെ. അവിടെ ബിഹേവിയറൽ ആയിട്ട് മനസ്സിലാക്കി എടുക്കണം. തൊഴിൽ കൊടുക്കുന്ന പ്രധാനമായിട്ടും ഈ ഓർഗനൈസേഷണൽ ബിഹേവിയറിൽ നിങ്ങളുടെ മൈൻഡിലേക്ക് കൊണ്ടുവരേണ്ടത് അല്ലെ. ഇത് എപ്പോഴും ഞാൻ പറഞ്ഞ മാതിരി ഹ്യൂമണിനെ അപ്പോയിന്റ്മെന്റ് കാര്യങ്ങളിലേക്കൊക്കെ വരുമ്പോഴാണ് ഇത് പ്രധാനമായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നത്. ഹ്യൂമന്റെ എന്തെങ്കിലും ഓർഗനൈസേഷനിൽ ഏതെങ്കിലും ജോബിലേക്ക് അല്ലെ അപ്പോയിന്റ്മെന്റ്സ് കൊടുക്കേണ്ടി വരുമ്പോഴാണ് ആ വ്യക്തി ഏബിൾ ആണോ എന്ന് ഡിസൈഡ് ചെയ്തിട്ട് അവരെ ഓരോ തൊഴിലുകളെ ഏർപ്പെടുത്തി കൊടുക്കുക അല്ലെ. അല്ലെങ്കിൽ തൊഴിലിന്റെ ലീഡർഷിപ്പ് കൊടുക്കുക, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ മീറ്റിംഗിന്റെ ഒക്കെ കോർഡിനേറ്റർ ആക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അവരെ കൈകാര്യം ചെയ്യാനൊക്കെ ആയിട്ട് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ പെരുമാറ്റ രീതികളൊക്കെ കൃത്യമായിട്ട് അനലൈസ് ചെയ്തിട്ടാണ് ആ കാര്യങ്ങളിലേക്ക് ഏർപ്പെടുത്തി കൊടുക്കുന്നത്.
സോ ബിഹേവിയറൽ ആയിട്ടുള്ള പല രീതികൾ നമ്മൾ അനലൈസ് ചെയ്തിട്ടാണ് ആ ഒരു കാര്യത്തിലേക്ക് ഏർപ്പെട്ടി കൊടുക്കുന്നത്. അത് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട അല്ലേ, ഇവിടെ HR എന്ന് പറഞ്ഞ ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെ വലിയ ഓർഗനൈസേഷൻ ആണെങ്കിൽ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെയായിരിക്കും ഇത്തരത്തിലുള്ള എംപ്ലോയീസിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് ഹാൻഡിൽ ചെയ്യുന്നത്. അതേസമയം ചെറിയ ചെറിയ നമ്മള് സ്റ്റാഫ്, അതായത് ഹോസ്പിറ്റലൊക്കെ ആകുമ്പോൾ ചെറിയ ക്ലിനിക്കും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ വേണമെങ്കിൽ ഈ അഡ്മിനിസ്ട്രേറ്റീവ് പൊസിഷനിലുള്ള അല്ലെ, നമുക്കറിയാം ആ ഒരു പൊസിഷനിലുള്ള ആള് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളും കൈകാര്യം ചെയ്യേണ്ടതായിരുന്നു. സോ അങ്ങനെ വരുമ്പോഴായിരിക്കും ഇത്തരത്തിൽ ഏത് പേഴ്സണെ ഏത് രീതിയിൽ നമ്മൾ റിക്രൂട്ട് ചെയ്ത് അല്ലെ അവിടെ സെലക്ട് ചെയ്ത് ഇവരുടെ ബിഹേവിയറൽ ആയിട്ടുള്ള ചേഞ്ചസ് മനസ്സിലാക്കി ആ ഓർഗനൈസേഷൻ അനുയോജ്യമായിട്ടുള്ള ബിഹേവിയർ പാറ്റേൺ അനുസരിച്ചിട്ട് ഈ വ്യക്തിയെ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ് പ്രധാനമായിട്ടും പറയുന്നത്. അപ്പൊ അതില് ഇംപ്രഷൻ മാനേജ്മെന്റിൽ നമ്മൾ മനസ്സിലാക്കിയ ഒരു പ്രധാനപ്പെട്ട വസ്തുത, മറ്റുള്ളവരെ അല്ലെ ഇംപ്രഷൻ അല്ലെ നല്ല രീതിയിൽ ധരിപ്പിക്കത്തക്ക വിധത്തിൽ അവർ ചില കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. സോ അത് മനസ്സിലാക്കണം. വെറുതെ ജസ്റ്റ് ഒന്ന് ഇംപ്രഷനിൽ ഉൾപ്പെടുത്തുന്ന കാര്യമാണോ അല്ലയോ എന്ന് മനസ്സിലാക്കിയതിനു ശേഷമാണ് ഇത്തരത്തിലുള്ള പേഴ്സൺസിനെ വിലയിരുത്തേണ്ടത്. ചിലപ്പോൾ വേണമെങ്കിൽ ആക്ച്വലി ആ ഒരു ഫസ്റ്റ് സൈറ്റിൽ ചിലപ്പോൾ ചില ഇംപ്രഷൻസ് വരുത്തി തരുന്നതായിരിക്കും. അതിനപ്പുറം ചിലപ്പോൾ അവർക്ക് ഹാർഡ് വർക്കിംഗ് നേച്ചർ ഉണ്ടാവണമെന്നില്ല. സോ വ്യക്തമായിട്ട് തന്നെ വിലയിരുത്തിയതിനു ശേഷമാണ് ഇത്തരം കാര്യങ്ങൾ തീരുമാനിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, അതാണ് ആ ലാസ്റ്റ് ഇതില് പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോ ജസ്റ്റ് മനസ്സിലാക്കുക, ഇംപ്രഷൻ മാനേജ്മെന്റ് is the process by which people attempt to manage or control the perception others form of them. ഓക്കെ, നോട്ട് ചെയ്യേണ്ട പോയിന്റ് ഓക്കെ അല്ലേ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ അതിന് മുന്നതായിട്ട് നമ്മൾ എന്താണ് കണ്ടത്, എന്താണ് പെർസെപ്ഷൻ ആൻഡ് ആട്രിബ്യൂഷൻ അല്ലെ. അവിടെ പെർസെപ്ഷൻ ആൻഡ് ആട്രിബ്യൂഷൻ ആണ് നമ്മൾ കണ്ടത്. അതായത് ചിലപ്പോ ചില വ്യക്തികൾ ചില സാഹചര്യങ്ങൾ ഇട്ടുകൊടുക്കുകയാണ് അല്ലെ. ഒരു നമ്മൾ പല പല സാഹചര്യങ്ങളൊക്കെ ഇട്ടുകൊടുക്കുമ്പോൾ ഒരേ സാഹചര്യത്തിൽ ഒരേപോലെ കൈകാര്യം ചെയ്യുന്ന വ്യക്തികളുണ്ടാവാം, ഒരേപോലത്തെ സാഹചര്യത്തിൽ ഡിഫറെന്റ് നേച്ചറിൽ കൈകാര്യം ചെയ്യുന്ന വ്യക്തികളുണ്ടാവാം അല്ലെ. അപ്പൊ അതൊക്കെ വിലയിരുത്താം. ഇവർക്ക് ഏത് സമയത്തും ഒരേപോലെ തന്നെ വർക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടോ അല്ലെ. ഏത് സമയത്തും ഏത് കാര്യം വന്നാലും അല്ലെ ഒരേപോലെ തന്നെ നിലപാടെടുക്കാൻ സാധിക്കും. ചില കാര്യങ്ങൾ വരുമ്പോഴേക്കും അവര് ഡള്ളായി പോവോ അല്ലെ, അവരുടെ ഫീലിങ്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഡൗണായി പോകാനായിട്ടുള്ള സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ എല്ലാത്തിനെയും ഇനീഷ്യേറ്റീവ് ആയിട്ട് ഓക്കെ എന്താണോ പ്രോസസ്സ് ആ ജോലിയിലേക്ക് ഏർപ്പെടാനായിട്ടുള്ള ഒരു വ്യക്തമായിട്ടുള്ള ഒരു ബിഹേവിയർ ഉള്ള നേച്ചറാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതാണ് പെർസെപ്ഷൻ ആൻഡ് ആട്രിബ്യൂഷനിൽ എടുത്തു പറയുന്നത്. ഓക്കെ, അപ്പൊ പെർസെപ്ഷനിൽ നമ്മൾ ക്ലോസ്ലി ആയിട്ട് കണക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് എന്താണ് ആട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ആ ഒരു സെന്റൻസ് ഒക്കെ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. പെർസെപ്ഷൻ ഈസ് ഓൾസോ ക്ലോസ്ലി കണക്റ്റഡ് ടു അനദർ പ്രോസസ് നോൺ ആസ് ക്രാഷ് അല്ലെ. സിമ്പിൾ ആയിട്ടുള്ള രീതിയിലൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക എന്താണ് ആട്രിബ്യൂഷൻ അല്ലെ. ആ ഒരു രീതി തന്നെയാണ് എന്താ പറയുക. ഇതില് ഞാൻ പറഞ്ഞു പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് അല്ലെ മൊത്തത്തിൽ എന്താണ് മാറ്റർ എന്നുള്ള കാര്യമാണ് ജസ്റ്റ് ഗ്രഹിച്ച് വെക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നു. ഓർഗനൈസേഷൻ ബിഹേവിയർ അങ്ങനെയാണ് ബൈഹാർട്ട് നമുക്ക് അല്ലെ മനസ്സിലാക്കി തന്നെ പഠിക്കാനേ പറ്റുള്ളൂ. അപ്പൊ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക, ഓരോ സംഭവങ്ങൾ എന്താണോ അത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇംപ്രഷൻ എന്ന് പറയുന്നത് എന്താണ്, അതേമാതിരി തന്നെ പെർസെപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, ആട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ് അല്ലെ. അവിടെ ഓരോ സ്റ്റേജുകളിൽ അവർക്ക് ഉണ്ടാവുന്ന സമയങ്ങളിൽ അവരുടെ സമയാപനം അല്ലെ, അവരെങ്ങനെയാണ് അതിലേക്ക് വളരെ ശബ്ദമായിട്ടോ അല്ലെങ്കിൽ വളരെ എല്ലായിടത്തും ഒരേപോലെ തന്നെ ശബ്ദപ്രകൃതമാണോ, ചിലതിലൊക്കെ അവർ ഇച്ചിയും കൂടി അല്ലെ റിസ്ക് എന്താണ് പെട്ടെന്ന് കടപ്പടപ്പ് കാണിച്ച് ചെയ്യുന്നതാണോ. നമുക്കറിയാം ഹോസ്പിറ്റലിലെ ജോലി എന്ന് പറയുമ്പോൾ അതിന് ഈ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതാണ് അല്ലെ. അവിടെ മനുഷ്യനായിട്ട് തന്നെയാണ് അവർ ഇടപെടുന്നത് അല്ലെ, ഒരു മെഷീനായിട്ടൊന്നല്ല അവര് വർക്ക് ചെയ്യുന്നത് അല്ലെ. അവരുടെ ബിഹേവിയറും മറ്റൊരു ബിഹേവിയറുമായിട്ട് തന്നെയാണ് പൊരുത്തപ്പെട്ടു പോകേണ്ടത്. സോ അവരുടെ പെരുമാറ്റം അവിടെയുള്ള പേഷ്യൻസിനെ സാറ്റിസ്ഫൈഡ് ആക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ അല്ലെ ജോലി ചെയ്യുന്ന സ്റ്റാഫുകൾക്കും അതിൻ്റെതായിട്ടുള്ള ബിഹേവിയറിലായിട്ടുള്ള ചേഞ്ചസ് ആവശ്യമാണ്. സോ അത് മനസ്സിലാക്കിയിട്ടായിരിക്കണം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് കൊടുക്കാനായിട്ട് പാടുള്ളൂ എന്നുള്ളതാണ്. സോ ഇന്റർവ്യൂ ബേസിലൊക്കെ ആയിരിക്കും ഇങ്ങനെ നിങ്ങൾക്ക് പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത്. ചിലപ്പോ അല്ലെ ഇങ്ങനെയുള്ള ഒരു പേഴ്സണെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും എന്നൊക്കെയുള്ള രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ ഇന്ന രീതിയിൽ നമ്മൾ അവരെ കൈകാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കും. ഓക്കെ, ഫസ്റ്റ്ലി നമ്മൾ അല്ലെ എന്താണ് ആ ഒരു രീതിയിലൊക്കെ നമുക്ക് റെസ്പോണ്ട് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. ബിഹേവിയറൽ ആയിട്ടുള്ള ഒരു നേച്ചർ ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് അങ്ങനെയൊന്ന് മനസ്സിലാക്കി എടുക്കാനായിട്ട് ശ്രമിക്കുക. എന്താണ് നമ്മളതിലെ പെർസെപ്ഷൻ ആട്രിബ്യൂഷനില് 3 ഇതുകളുണ്ട് എന്നുള്ളത് പഠിച്ചു.
once we have observed behavior, evaluate in terms of consensus and consistency and distinctiveness. അല്ലെ ആ മൂന്ന് കാര്യങ്ങളും ജസ്റ്റ് നോട്ട് ചെയ്ത് പോവാം. അതേമാതിരി തന്നെ എന്താണ് ആട്രിബ്യൂഷൻ എന്ന് നോട്ട് ചെയ്യുക. അതേമാതിരി തന്നെ സ്റ്റീരിയോടൈപ്പിംഗ്. സ്റ്റീരിയോടൈപ്പിംഗ് എന്ന് പറയുന്നത് എന്താണ്? സ്റ്റീരിയോടൈപ്പിംഗ് is the act of categorizing or labeling people on the basis of a single attribute. അല്ലെ, ഒരൊറ്റ ആട്രിബ്യൂട്ടിൽ തന്നെ അവരെ കാറ്റഗറൈസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മളിപ്പോ ജസ്റ്റ് ഫസ്റ്റ് സൈറ്റിൽ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഇംപ്രഷൻ മാനേജ്മെന്റ് അല്ലെ, ഇംപ്രഷൻ മാനേജ്മെന്റ് നമ്മൾ ജസ്റ്റ് വിലയിരുത്തി തന്നെ നിർണ്ണയിക്കണമെന്ന് പറഞ്ഞ മാത്രമേ ഒറ്റ സൈറ്റിൽ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്ന ഒരു രീതിയാണ് എന്താണ് സ്റ്റീരിയോടൈപ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മള് എന്താണ് അതില് പ്രധാനമായിട്ടും പറഞ്ഞിരുന്നു എന്താണ് എക്സാമ്പിൾ അല്ലെ, ഹ്യൂമൻസിറ്റി. അത് നേരത്തെ കൂട്ടി അങ്ങനെ ഒരു രീതി നമ്മൾ വിലയിരുത്തി വെച്ചേക്കുന്നത്. പക്ഷെ ആക്ച്വലി നമുക്കറിയാം ഈ ഒരു വേരിയേഷൻസ് ഒക്കെ ഈ കാലഘട്ടത്തിലുണ്ട്. അപ്പൊ ആ ഒരൊറ്റ ആറ്റിറ്റ്യൂഡ് തന്നെ നമ്മൾ നിലനിർത്തി പോകണമെന്നതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ചിലർക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുള്ള സാഹചര്യമുണ്ട്, പക്ഷെ ചിലർക്ക് ചിലത് ചെയ്യാൻ പറ്റുകയും ഇല്ല അല്ലെ, അത് ഉറപ്പുള്ള കാര്യമാണ്. അപ്പൊ ആ ഒരു രീതിയിൽ അല്ലെ നെഗറ്റീവ് കാര്യങ്ങളോ അല്ലെങ്കിൽ ഹെവി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യണമെങ്കിൽ നമുക്കറിയാം അനാജറ്റിക് ആയിട്ടുള്ള പേഴ്സണെ തന്നെ നമ്മൾ കൈകാര്യം ചെയ്യണം അല്ലെ, ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ള പേഴ്സൺസിനെ തന്നെ നമ്മൾ കൈകാര്യം ചെയ്യുന്നതൊക്കെ വരും. അപ്പൊ ആ ഒരു അല്ലെ നമുക്ക് ചില ഹെവി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ഒരൊറ്റ സൈറ്റിൽ തന്നെ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും ഈ വ്യക്തിക്ക് പറ്റിയോ അല്ലെ, ഇദ്ദേഹത്തിന് അതിനനുസരിച്ചിട്ടുള്ള ശേഷിയുണ്ടോ, സ്ട്രെങ്ത് ഉണ്ടോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും. അതേസമയം ഇവിടെ കൃത്യമായിട്ട് പറയുന്നത് എന്താണ്, ചില വിമൺ കാറ്റഗറൈസ് ചെയ്യുമ്പോൾ നോക്കുമ്പോൾ അവര് അല്ലെ സാധാരണ ഡ്യൂട്ടി അല്ലെ ക്ലർക്കിന്റെ ഡ്യൂട്ടി ചെയ്യുന്നതെന്നുള്ള ഒരു അനുമാനത്തിലാണ് വെക്കണമെങ്കിൽ കൂടി അവർക്ക് എന്ത് ചെയ്യാനായിട്ടുള്ള പവർ ഉണ്ട്, അവര് എക്സിക്യൂട്ടീവ് എന്ന പവറിലാണ് ഡ്യൂട്ടി ചെയ്യുന്നത്. സോ അങ്ങനെ കാറ്റഗറൈസ് ചെയ്യുന്നത് തെറ്റാണ് അല്ലെ, നമ്മൾ തെറ്റിദ്ധരിച്ച് പോകരുത്. ഓരോ പേഴ്സൺസിനും ഇന്നത് ചെയ്യാൻ പറ്റുള്ളൂ, ഇന്നത് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെയുള്ള രീതിയിൽ തെറ്റിദ്ധരിക്കരുത്. അത് മനസ്സിലാക്കി തന്നെ കൊടുക്കണം. അതേസമയം നേരത്തെ പറഞ്ഞ മാതിരി തന്നെ സ്ട്രെങ്ത് കാര്യങ്ങൾ നോക്കിയിട്ട് വിലയിരുത്താൻ സാധിക്കും അല്ലെ. അപ്പൊ സ്റ്റീരിയോ ടൈപ്പിംഗ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് അവരെ ആ ഒരു വൺ സൈഡിൽ തന്നെ അവരെ കാറ്റഗറൈസ് ചെയ്യരുത്, അവരെ ജസ്റ്റ് അനലൈസ് ചെയ്യണം. ഓക്കെ, അത് മനസ്സിലാക്കി എടുക്കുക എന്നതാണ് സ്റ്റീരിയോ ടൈപ്പിംഗിൽ പ്രധാനമായിട്ടും പറയുന്നത്. സ്റ്റീരിയോ ടൈപ്പിംഗ് ഇസ് ആക്ട് കാറ്റഗറൈസിംഗ് ഓർ ലാബലിംഗ് പീപ്പിൾ ഓൺ ദ ബേസിസ് ഓഫ് എ സിംഗിൾ ആട്രിബ്യൂട്ട്. ഓക്കെ അല്ലേ, ജസ്റ്റ് ഓരോ കാര്യങ്ങളും ജസ്റ്റ് മനസ്സിലാക്കി പോകാനായിട്ടാണ് ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു പോകുന്നത്. ഓക്കെ, വീണ്ടും സെലക്ടീവ് പെർസെപ്ഷൻ എന്ന് പറയുന്നത് അല്ലെ. ഓക്കെ, നിങ്ങളും ഗ്രഹിച്ചു പോകുന്നുണ്ടാവും അല്ലെ, എന്നോടൊപ്പം തന്നെ അത് പഠിച്ചു തന്നെ പോവുക, ബൈ ഹാർട്ടായിട്ടൊന്നും പഠിക്കാതെ ഓരോ പോയിന്റ്സ് ജസ്റ്റ് മനസ്സിലാക്കി തന്നെ പോയിന്റ്സ്. ഓക്കെ, ആ ഒരു ഫസ്റ്റ് സെന്റൻസ് ഒക്കെ ഒന്ന് ജസ്റ്റ് മൈൻഡ് ചെയ്ത് പോവാം. Selective perception എന്ന് പറയുമ്പോൾ selective perception is the process of filtering out the information that makes an uncomfortable or conflicts with our beliefs. Okay, അത് ഫിൽട്ടർ ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലെ. ഫിൽട്ടർ ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾക്ക് ലഭ്യമായിരിക്കുന്ന ഇൻഫോർമേഷൻസിൽ നിന്ന് നല്ലത് മാത്രം നമ്മൾ എടുക്കുകയും ചീത്ത പുറന്തള്ളുകയും ചെയ്യും അല്ലെ. ഒരു എക്സാമ്പിൾ ഒക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ചിലവരെ അല്ലെ പെട്ടെന്ന് മാനേജർ അങ്ങനെ ഗസ് ചെയ്തു, പക്ഷെ അവരെ ഇടയ്ക്ക് ഒരു ദിവസം കയറി ചെന്നപ്പോൾ അല്ലെ അവിടെ വിദ്യയായിട്ട് വർക്ക് ചെയ്യുന്ന കാര്യമൊക്കെയാണ് നമ്മൾ കണ്ടത്. സോ നമ്മൾ എന്താണ് നല്ല കൃത്യമായിട്ടുള്ള ഇൻഫോർമേഷൻസ് ക്യാച്ച് ചെയ്യണം. അല്ലാതെ നമ്മൾ ജസ്റ്റ് ഈ പറഞ്ഞ മാതിരി ഇപ്പൊ ഈ ഒരു സെക്ഷനിൽ നമ്മൾ പറഞ്ഞ ഒറ്റയടിക്ക് നമ്മൾ ഗ്രഹിച്ച് വെക്കരുത് അല്ലെ. അത് പല രീതിയിലും അത് തന്നെയാണ് ചിത്രീകരിക്കുന്നത്. ഒരു ബിഹേവിയർ പഠിക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട് ഈ ഒരു ചാപ്റ്ററിൽ മുഴുവനായിട്ട് പറയുന്നത്. ഓർഗനൈസേഷന്റെ പെരുമാറ്റ രീതി അനുസരിച്ചിട്ട് എന്താണോ ഓർഗനൈസേഷന് ആവശ്യം, ഏത് ഡ്യൂട്ടിയാണോ അല്ലെ, അവിടെ എന്താണ് നമ്മുടെ റിസപ്ഷനിസ്റ്റ് ആയിട്ടുള്ള ഡ്യൂട്ടി, അല്ലെങ്കിൽ എന്താണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ ഡ്യൂട്ടി, മോർച്ചറിയിലെ ഡിപ്പാർട്ട്മെന്റിലെ ഡ്യൂട്ടി, അങ്ങനെ പലതരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. സോ ആ ഡിപ്പാർട്ട്മെന്റിൽ ആ ഓർഗനൈസേഷൻ ബിഹേവിയറിനനുസരിച്ച് ആ പെരുമാറ്റ രീതി അനുസരിച്ചിട്ട് ഹ്യൂമന്റെ പെരുമാറ്റ രീതിയും കൂടി കമ്പയർ ചെയ്തിട്ട് അവരെ കറക്റ്റ് ആയിട്ട് നിയമിക്കുക എന്നുള്ളതാണ് അവിടെ പ്രധാനമായിട്ടും പറയുന്നത്. സോ ആ ഒരു നിയമന രീതി നമുക്ക് അറിയണമെങ്കിൽ ഈ രണ്ട് കാര്യവും മനസ്സിലാക്കണം അല്ലെ. ആ ഓർഗനൈസേഷനിൽ ഏത് ജോലിയാണോ ആ ജോലിക്ക്
എന്താണ് ബിഹേവിയറൽ ആയിട്ടുള്ള ആവശ്യം, അല്ലെ അതിന്റെ പെരുമാറ്റ രീതിക്ക് എന്താണ് ആവശ്യം, അതിന് അനുയോജ്യമായിട്ടുള്ള പേഴ്സണെ തന്നെ നമ്മൾ കണ്ടെത്തണം. ഓക്കെ, അതായത് നമ്മളിപ്പോ അക്കാദമിക് ക്വാളിഫിക്കേഷൻ ഒക്കെ നോക്കുമ്പോൾ സെയിം ആയിരിക്കും, പക്ഷെ അവരുടെ പെരുമാറ്റ രീതി കൂടി അവിടെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതാണ് എന്നുള്ളതാണ് ഈ ഒരു ഓർഗനൈസേഷൻ ബിഹേവിയറിൽ നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് ഈ പറഞ്ഞ കണ്ട ഇൻഫോർമേഷനിൽ നിന്നും അല്ലെ ലഭ്യമായിരിക്കുന്ന ഇൻഫോർമേഷനിൽ നിന്നും കറക്റ്റ് ആയിട്ടുള്ളത് നമ്മൾ ഫിൽട്ടർ ചെയ്തെടുക്കണം. അതിന് ശേഷമാണ് നമ്മളെ വ്യക്തിയെ വിലയിരുത്തിയിട്ട് ഓരോ ജോലിക്ക് ഏൽപ്പിക്കാനായിട്ട് പാടുള്ളൂ. ഓക്കെ, അപ്പൊ അവിടെ നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും തിങ്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ജസ്റ്റ് കണ്ടതാണ്. അപ്പൊ നെഗറ്റീവായിട്ട് തിങ്ക് ചെയ്താലും പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്താലും അതൊക്കെ നമ്മൾ റിവേഴ്സ് ചെയ്തിട്ട് നോക്കണം. അതിന് ശേഷമാണ് ഈ വ്യക്തിയെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട്, അല്ലെ നമുക്കറിയാം ഒരു ഓറിയന്റേഷൻ ടൈം ഒക്കെ ഉണ്ടാവും ഒരു ജോലിയിലൊക്കെയാണ്. ഇപ്പൊ ഒരു 6 month ഒക്കെ ഓറിയന്റേഷൻ ടൈം ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിനുള്ളിൽ തന്നെ ഒരുപാട് പ്രാവശ്യം കൊണ്ട് നമുക്ക് ഈ വ്യക്തിയെ വിലയിരുത്താനായിട്ട് സാധിക്കും. സോ ഫസ്റ്റ് ടൈമിൽ ചിലപ്പോൾ ഗ്രഹിച്ചതായിരിക്കാമെന്നില്ല, നെക്സ്റ്റ് ടൈമിൽ ഇദ്ദേഹം ഗ്രഹിക്കുന്നത്. സോ അതിനനുസരിച്ചിട്ട് നമ്മൾ എന്താണ് ഈ വ്യക്തിയെ നമുക്ക് കൃത്യമായിട്ട് തന്നെ കൃത്യമായിട്ടുള്ള പൊസിഷനിലേക്കൊക്കെ അപ്പോയിന്റ്മെന്റ് കൊടുക്കാനൊക്കെ ആയിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. സോ സെലക്ടീവ് പെർസെപ്ഷൻ എന്ന് പറയുന്നത് ഇസ് ദ പ്രോസസ് ഓഫ് ഫിൽറ്ററിംഗ് ഔട്ട് ഇൻഫർമേഷൻ ദാറ്റ് മേക്ക് us uncomfortable or conflicts with our beliefs. Okay. ഇനി അതേപോലെ തന്നെ ബേസിക് പെർസെപ്ഷൻ പ്രോസസ്സിനെ കുറിച്ചിട്ട് നമ്മൾ കണ്ടായിരുന്നു. അതില് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഒബ്ജക്റ്റും ഉണ്ട്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ പേഴ്സൺ, അല്ലെ ഇത് രണ്ടും കൂടി നമ്മൾ അനലൈസ് ചെയ്യേണ്ടതുണ്ടെന്ന് പറഞ്ഞു. ഒരു ഒബ്ജക്റ്റുമായി ബന്ധപ്പെട്ടാണെങ്കിൽ നമുക്കറിയാം അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഇതൊക്കെ നോട്ട് ചെയ്യേണ്ടതാണ്. കോൺട്രാസ്റ്റ്, ഇന്റൻസിറ്റി, മൂവ്മെന്റ്, റെപ്യൂട്ടേഷൻ ആൻഡ് നോവൽറ്റി, അല്ലെ ആ ഒരു വസ്തുത അത് പുതുമ നിറഞ്ഞതാവാം, അല്ലെ അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ അതിന്റെ തീക്ഷ്ണത അല്ലെങ്കിൽ ആഴത്തിലുള്ള രീതിയിൽ കേന്ദ്രീകരിച്ചിട്ടൊക്കെ വേണം അതിന്റെ സവിശേഷ സ്വഭാവങ്ങളെല്ലാം നിർണ്ണയിക്കാനായിട്ട്. അതോടൊപ്പം തന്നെ പേഴ്സൺ എടുത്തു കഴിഞ്ഞാലും പേഴ്സണിലും നമുക്കറിയാം ആറ്റിറ്റ്യൂഡ്, സെൽഫ് കൺസെപ്റ്റ് ആൻഡ് പേഴ്സണാലിറ്റി, അല്ലെ അവരുടെ വ്യക്തിത്വം, അവരുടെ മനോഭാവം, അല്ലെ അത്തരത്തിലുള്ള സങ്കല്പം കാര്യങ്ങളൊക്കെ തന്നെ അനലൈസ് ചെയ്യേണ്ടത് ആവശ്യമാണ് എന്നുള്ളതാണ്. സോ അത് രണ്ടും ഒന്ന് നോട്ട് ചെയ്യാം. ഇതുപോലെയാണ് പെർസെപ്ഷൻ എന്താണെന്നുള്ളത്, അല്ലെ പെർസെപ്ഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം മീഡിയേറ്റിംഗ് കോഗ്നിറ്റീവ് പ്രോസസ് ആണ്, അല്ലെ നമ്മള് കണ്ടായിരുന്നു. അത് പ്രധാനമായിട്ട് നമുക്ക് കോഗ്നിറ്റീവ് പ്രോസസ് എന്താണെന്നുള്ളത് നമ്മൾ ജസ്റ്റ് കണ്ടതായിരുന്നു, അല്ലെ അവിടെ ഓരോ ഒന്നിനെ കുറിച്ചിട്ടും നല്ല കൃത്യമായിട്ടുള്ള ഒരു വ്യക്തിയിൽ നിന്ന് കിട്ടുന്ന റിയാക്ഷൻസ്, അല്ലെ അത് ധാരണ, അത് വളരെയധികം പ്രധാനപ്പെട്ട കാര്യമാണ്. ഇറ്റ്സ് ആൻ ഇമ്പോർട്ടന്റ് മീഡിയേറ്റിംഗ് കോഗ്നിറ്റീവ് പ്രോസസ്. ഇറ്റ്സ് എ കോംപ്ലക്സ് പ്രോസസ്. Person make interpretation of a stimuli or a situation that are faced with. Okay. പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഒരു ഇൻഡിവിജ്വലിന് അല്ലെ വളരെയധികം വ്യത്യസ്തമായിട്ടുള്ള കോഗ്നിറ്റീവ് പ്രോസസ് ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. അതായത് അവരുടെ ഉത്തേജന ശക്തി ചില കാര്യങ്ങളിൽ അവർ പ്രകടമായിട്ട് കാണിക്കും, ചിലതിൽ അവർക്ക് കുറവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും കാണിക്കുന്നത്, അല്ലെ ഇവിടെ നമ്മൾ പറഞ്ഞിരുന്നു എന്താണ് ഫോർ എക്സാമ്പിൾ ഒബ്സർവേഷൻ ദാറ്റ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് ആൻഡ് subordinate may react quite differently to their say top management, അല്ലെ നമുക്കറിയാം ഏതരത്തിലുള്ള മാനേജ്മെന്റ് എന്തെങ്കിലും കാര്യങ്ങൾ നിർദ്ദേശിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം ആ ഒരു ടോപ്പ് ലെവലിലുള്ള മാനേജേഴ്സിന് പെട്ടെന്ന് അതിനനുസരിച്ച് റിയാക്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഉദ്ദേശം, അല്ലെ ഒരു പേടി കൊടുക്കുക സബ്മിറ്റ് ചെയ്യേണ്ട ടൈമിൽ തന്നെ സബ്മിറ്റ് ചെയ്യുക. അതേസമയം സബോർഡിനേറ്റിനെ സംബന്ധിച്ച് അവര് എന്താണ് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ചെയ്യിപ്പിക്കുന്ന ഒരു നിലപാടാണ് അവിടെ ഉണ്ടാവുക. സോ അതിനനുസരിച്ചിട്ടുള്ള നിലപാടായിരിക്കും അവര് കാഴ്ചവെക്കുന്നത്. അപ്പൊ കൃത്യമായിട്ട് മനസ്സിലാക്കുക, വ്യത്യസ്തമായിട്ടായിരിക്കും ഓരോരുത്തരും ഗ്രഹിക്കുക. ആ ഗ്രഹിക്കുന്നത് അനുസരിച്ചിട്ടാണ് അവർക്ക് റിയാക്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ ഗ്രഹിക്കുന്നതിന് വ്യത്യസ്ത അളവുകളുണ്ട്, അല്ലെ ഒരു സബോർഡിനേറ്റ് ഗ്രഹിക്കുന്നതും അതേപോലെ തന്നെ ടോപ്പ് ലെവലിലുള്ളവര് ഗ്രഹിക്കുന്നത് നമ്മൾ വ്യത്യസ്തമായിരിക്കും. കാരണം അവർക്ക് നമുക്കറിയാം കഴിവിനനുസരിച്ചിട്ടുള്ള ഒരു ഗ്രഹണ ശക്തി അവർക്ക് ഉണ്ടാവും. സോ നോളജ് അനുസരിച്ചിട്ട് നമ്മളിപ്പോ എന്തെങ്കിലും കാര്യങ്ങൾ എടുപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ്. ദെൻ അതിനനുസരിച്ചുള്ള ഒരു കപ്പാസിറ്റി അവർക്ക് ഉണ്ടാവും, അല്ലെ അവര് ജന്മം മുതൽ നമുക്കറിയാം പ്രാക്ടിക്കലി ഉള്ള നോളജുകളൊക്കെ വളരെയധികം പ്രധാനപ്പെട്ടതാണ്. ഇതെല്ലാം തന്നെ അനലൈസ് ചെയ്തിട്ടാണ് ഓരോരുത്തരെ ഓരോ കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ.
ഇവിടെ externally selectively is affected by intensity, size, contrast, repetition, motion and novelty and familiarity അല്ലെ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ അവിടേക്കും വരുന്നുണ്ട്. ഇവിടെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സംഭവം പറഞ്ഞത് തന്നെ അവിടെ എടുത്ത് പറയുന്നുണ്ട്. അതായത് ഇതെല്ലാം തന്നെ ശ്രദ്ധിക്കണം. ഇത് രണ്ടും അല്ലെ ഇരു കൂട്ടം കൂടി അവിടെ കൂട്ടി യോജിപ്പിച്ചിട്ട് തന്നെയാണ് പെർസെപ്ഷൻ വരുന്നത്. സോ അതുകൊണ്ടാണ് അവിടെ അടിസ്ഥാനമായിട്ട് എന്നുള്ള രീതിയിൽ തന്നെ ആ പോയിന്റ്സ് അവിടെ കൊടുത്തിരിക്കുന്നത്. ബേസിക് പെർസെപ്ഷൻ പ്രോസസ്സിന് അവിടെ പ്രത്യേകമായിട്ട് രണ്ട് കാറ്റഗറൈസ് ചെയ്ത് കൊടുത്തിരിക്കുന്നു. സോ നെർവസ് മെത്തഡ് നമ്മൾ എല്ലാം കൂടി ഒന്നിച്ച് പറഞ്ഞു ചെയ്യണം. ഓക്കെ, കേളെ ആറ്റിറ്റ്യൂഡിലേക്ക് പോകാനോ? അവിടെ ഓപ്ഷൻസ് വരുമ്പോൾ നമുക്ക് ആകെ ഒരു കൺഫ്യൂഷൻ ഒക്കെ വരും അല്ലെ, പലതും വരുമ്പോൾ എന്താണ് ഓപ്ഷൻസ്. അപ്പൊ ജസ്റ്റ് നിങ്ങൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഹെഡിങ്സ് ഒക്കെ അല്ലെ വെച്ചിട്ട് അതിന് അണ്ടറിൽ വരുന്ന പോയിന്റ്സ് അങ്ങനെ തന്നെ മനസ്സിലാക്കി പോകാൻ പരമാവധി ആ ഒരു ഫസ്റ്റ് 1-2 ലെവൽ ഞാൻ മോക്ക് ടെസ്റ്റ് മിക്കപ്പോഴും ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് ക്യാച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മള് ഞാൻ പറഞ്ഞു ഒരുപാട് ഒരു അല്ലെ ഒരു മൊഡ്യൂൾ ആയതുകൊണ്ട് ഒരുപാട് നമ്മള് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഭാഗത്ത് നിന്ന് തന്നെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് കാണാൻ. വളരെ സിമ്പിൾ ആയിട്ടുള്ള മേഖലയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് കാണാം. മോട്ടിവേഷൻ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കറിയാം അടിസ്ഥാന സൗകര്യങ്ങൾ വേണം, അതിനുശേഷം ആ സൗകര്യങ്ങൾ വേണം, അതിന് വേണ്ടിയിട്ട് ശ്രമിക്കും. സോ ആ സൗകര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട് കുറെ മോട്ടിവേഷണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഘടകങ്ങൾ തരും. സോ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് കുറച്ചും കൂടി അതെ അതൊക്കെ ഗ്രഹിക്കാനായിട്ട് അല്ലെ അതിൽ നിന്നൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെയാണ്. സോ അതൊക്കെ മോസ്റ്റ്ലി നിങ്ങൾ നോക്കി പോകാനൊക്കെയാണ് ശ്രമിക്കുക. ഓക്കെ, എനിവേ പക്ഷെ ഇത്തരം ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലെ വ്യത്യസ്തമായിട്ടുള്ള ബിഹേവിയറിലായിട്ടുള്ള ചേഞ്ചസുകളും ജസ്റ്റ് അതിന്റെ ഹെഡിങ്സ് അതിന്റെ അതൊന്ന് മനസ്സിലാക്കി പോകാനായിട്ട് ശ്രമിക്കുക. ദെൻ ഇതില് എന്താണ് ആറ്റിറ്റ്യൂഡില് ഇറ്റ്സ് ഇമ്പോർട്ടന്റ് ഓർഗനൈസേഷൻ. ആറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ ആ ഒരു ജസ്റ്റ് മനോഭാവം എന്നുള്ള ഒരു കാര്യം തന്നെയാണ് ഇതിൽ പ്രത്യേകിച്ചും വരുന്നുള്ളൂ. മാനേജ്മെന്റ് ഇൻഫ്ലുവൻസ് ഈച്ച് ആൻഡ് ഷേപ്പ് ദെയർ ഫ്യൂച്ചർ റിലേഷൻഷിപ്പ്. മാനേജ്മെന്റ് അല്ലെ എംപ്ലോയി ആൻഡ് മാനേജ്മെന്റ് ഇൻഫ്ലുവൻസ് ഈച്ച് അല്ലെ പരസ്പരം അവരെ മനോഭാവത്തില് ഒരു സ്വാധീന ശക്തികൾ ഉണ്ടാകുന്നുണ്ട്. ഒരു നല്ലൊരു റിലേഷൻഷിപ്പോട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടാണ് ഈ ഒരു മനോഭാവങ്ങളൊക്കെ അവിടെ പ്രധാനമായിട്ടും കൊണ്ടുപോകുന്നത്. അവിടെ നമ്മള് പെർസ്പെക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അവിടെ വരുന്നത്. അതായത് ഓരോരുത്തരുടെ ധാരണകൾ അല്ലെ personal perspective, attitude, provide knowledge base or prepare our mental state for our interaction with the others and with the world around us, which directly affect organization work. അല്ലെ അപ്പൊ personal perspective എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക എന്താണ് ഈ ആറ്റിറ്റ്യൂഡുകളൊക്കെ എന്താണ് സ്വമേധ അല്ലെ അത് കൃത്യമായിട്ട് തന്നെ നമ്മൾ ക്യാച്ച് ചെയ്യേണ്ടതാണ്. ആ മനോഭാവങ്ങൾ അനുസരിച്ചിട്ട് തന്നെയാണ് അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുക. എപ്പോഴും എന്താണ് നമ്മൾ മറ്റുള്ളവരൊക്കെ ആയിട്ട് നല്ല രീതിയിൽ ഇടപെടണം എന്നുള്ള ആ ഒരു ആശയം തന്നെയായിരിക്കും തൊഴിലുടമയ്ക്കും ഉണ്ടാവുക. സോ അതിനനുസരിച്ചിട്ട് തന്നെ ആ ഒരു ആറ്റിറ്റ്യൂഡ് മനോഭാവം തന്നെ ആ ഒരു ഇൻഫ്ലുവൻസ് തീർച്ചയായിട്ടും അവര് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുകയും ചെയ്യും. ഇവിടെ നമ്മള് കോഗ്നിറ്റീവ് ലേണിംഗ്, ഒബ്സർവേഷൻ ലേണിംഗ് അതേമാതിരി തന്നെ അല്ലെ ഓപ്പറേന്റ് കണ്ടീഷൻ അല്ലെ അല്ലെ പ്രധാനമായിട്ടും ലേണിംഗ് എന്നുള്ള ഒരു അങ്ങനെ മോളിലേക്ക് പോകേണ്ട പല കൺഫ്യൂഷൻ വരാതിരിക്കാനായിട്ട് തന്നെയാണ് ശ്രമിക്കേണ്ടത്. അപ്പൊ അതില് പ്രധാനമായിട്ട് നമുക്ക് കോഗ്നിറ്റീവ് ലേണിംഗ് എന്നുള്ളത് അല്ലെ ഇവിടെ തീർച്ചയായിട്ടും ഒരു എക്സാമ്പിൾ സഹിതമൊക്കെയാണ് ഞാനത് പഠിപ്പിച്ചത് അല്ലെ. കോഗ്നിറ്റീവ് ലേണിംഗ് ഞങ്ങൾക്ക് ഒരു ചെറിയ ചെറിയ എക്സാമ്പിളുകളൊക്കെ പറഞ്ഞു തന്നില്ലായിരുന്നോ? ഓർക്കുന്നുണ്ടോ? Their main focus is understanding how events and objects are conducted. Most of the learning that അതായത് ക്ലാസ് റൂം ലേണിംഗ് ഒക്കെ എന്ത് ലേണിംഗ് ആണെന്ന് പറയുന്നത് കോഗ്നിറ്റീവ് ലേണിംഗ് ആണ്. അപ്പൊ പൊതുവെ കോഗ്നിറ്റീവ് ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞ കാര്യങ്ങൾ ഗ്രഹിച്ച് വ്യക്തികളെ മനസ്സിലാക്കിയെടുക്കുന്ന ഒരു രീതിയാണ് അല്ലെ. പറയുന്ന കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള ഒരു കപ്പാസിറ്റി അത് തീർച്ചയായിട്ടും ചിലർക്ക് കൂടുതലായിരിക്കും, ചിലർക്ക് കുറവായിരിക്കും. സോ അത് മനസ്സിലാക്കിയിരിക്കണം അല്ലെ. നമ്മളിപ്പോ തൊഴിലുടമ പറയുന്ന കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്നുള്ളത് അല്ലെ. ആ ഒരു ക്ലാസ് റൂമിൽ അവൻ ക്യാച്ച് ചെയ്യുന്ന കാര്യങ്ങൾ
അത് അവന് മനസ്സിലാക്കി അല്ലെ തീർച്ചയായിട്ടും തിരിച്ചൊന്ന് റിപ്ലൈ ചെയ്യാനായിട്ട് പറയുമ്പോൾ ഓക്കെ അവന് റിപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ ആ കോഗ്നിറ്റീവ് ലേണിംഗ് കപ്പാസിറ്റി അവന് കൂടുതലാണ്. സോ റിപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ആ കോഗ്നിറ്റീവ് അല്ലെ അതിന്റെ ലേണിംഗ് എന്ന് പറയുന്ന കപ്പാസിറ്റി കുറവാണ്. സോ അതനുസരിച്ചിട്ട് തന്നെ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ കൊടുക്കുമ്പോൾ അതിനോട് അല്ലെ കൃത്യമായിട്ട് തന്നെ പോസിറ്റീവായിട്ട് കൈകാര്യം ചെയ്യാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടോ എന്ന് വിലയിരുത്തുന്ന ഒരു രീതിയാണ് കോഗ്നിറ്റീവ് ലേണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മാനേജേഴ്സ് നോ ദ ഇൻഡിവിജ്വൽസ് കേപ്പബിൾ ഓഫ് ടേണിംഗ് ഔട്ട് superior performance must be given more reinforcement than those with average or lower performance. അല്ലെ അവിടെ എത്രത്തോളം പ്രചോദിപ്പിക്കുന്നുണ്ട് അല്ലെ അവനെ എത്രത്തോളം ഇവര് പറയുന്ന അനുസരിച്ചിട്ട് തന്നെ പെർഫോമൻസിൽ പ്രകടമാക്കാനായിട്ട് ചിലപ്പോൾ പറ്റിയെന്ന് വരും, ചിലപ്പോൾ അവർക്ക് പെർഫോമൻസിൽ പ്രകടമാക്കാൻ പറ്റിയെന്ന് വരില്ല. സോ അത് മനസ്സിലാക്കിയിട്ട് വേണം ഓരോ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് വായിച്ചു നോക്കിയായിരുന്നെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു ഭാഗങ്ങളെന്ന് പ്രത്യേകമായിട്ട് എടുത്ത് പറയാമായിരുന്നു. ജസ്റ്റ് വായിച്ചു നോക്കേണ്ടതായിരുന്നു. എന്തായാലും ക്ലാസ്സുകൾ നമ്മൾ അവസാനിപ്പിക്കാൻ പോവുകയാണല്ലോ. അപ്പോൾ ജസ്റ്റ് അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പോവുക. അതായത് മോസ്റ്റ് ഓഫ് ദ ലേണിംഗ് ദാറ്റ് മേക്സ് പ്ലേസ് ഇൻ ദ ക്ലാസ് റൂം ഇസ് കോഗ്നിറ്റീവ് ലേണിംഗ്. ചെറിയ ചെറിയ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നോട്ട് ചെയ്ത് പോവുക. അതൊക്കെ നോട്ട് ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ക്ലാസ് റൂം ലേണിംഗ് ഒക്കെ നോട്ട് ചെയ്യാൻ പറഞ്ഞില്ലായിരുന്നോ? നമ്മള് നോട്ട് ചെയ്യാൻ പറഞ്ഞതൊക്കെ ഇപ്പൊ നോട്ട് ചെയ്യാൻ പറഞ്ഞതൊക്കെ ജസ്റ്റ് നോട്ട് ചെയ്തിട്ടുണ്ടല്ലോ അല്ലെ. ചെറുതായിട്ടൊക്കെ നോക്കി പോവുക. ഒബ്സർവേഷൻ ലേണിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക അവരെ നിരീക്ഷിച്ചിട്ട് അല്ലെ. ഒബ്സർവ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അവരെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക, അവരുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക, അതിൽ നിന്ന് മനസ്സിലാക്കുന്നതാണ് ഒബ്സർവേഷൻ ലേണിംഗ് റിസൾട്ടിന് വാച്ചിങ് ദ ബിഹേവിയർ ഓഫ് അനദർ പേഴ്സൺ ആൻഡ് അപ്രൈസിംഗ് ദ കോൺസിക്വൻസ് ഓഫ് ദെയർ ബിഹേവിയർ. ഓക്കെ, അതിന്റെ ഫലമായിട്ടാണ് അവനെ അവന് എന്തെങ്കിലും പോസ്റ്റിലേക്ക് ഉയർത്തണോ വേണ്ടതെന്നൊക്കെ മനസ്സിലാക്കുന്നത്. അതിനനുസരിച്ചിട്ട് നമുക്കിപ്പോ ഒരു പ്രൊമോഷൻ വരികയാണ്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് അപ്പൊ ഒരു അല്ലെ ഒരു എന്താ അഡ്മിനിസ്ട്രേറ്റീവ് പൊസിഷനിലുള്ളവർക്ക് തന്നെ പ്രൊമോഷൻ ആർക്ക് കൊടുക്കണമെന്നുള്ളൊരു ബുദ്ധിമുട്ട് വരികയാണ് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും അവരുടെ എക്സ്പീരിയൻസ് അനുസരിച്ചിട്ട് ചിലപ്പോൾ ഒരുപാട് പേര് ഒരേപോലെ തന്നെ യോഗ്യരായവരുണ്ടാവാം അല്ലെ. തീർച്ചയായിട്ടും പ്രൊമോഷനൊക്കെ കൊടുക്കുമ്പോൾ എന്താ പ്രത്യേകത, നിലവിലുള്ള ജീവനക്കാര് ഉണ്ടോ എന്ന് ആദ്യം നോക്കും അല്ലെ. ഏറ്റവും ടോപ്പ് എന്താ പറയുക റിട്ടയർമെന്റ് ഒക്കെ ആയിട്ട് ഔട്ടായി പോകുമ്പോൾ അതിനു വേണ്ടിയിട്ട് പുറത്തുനിന്ന് നമ്മൾ ആളുകളെ ക്ഷണിക്കാനായിട്ട് ആദ്യം ശ്രമിക്കില്ല അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു ഹോസ്പിറ്റലിൽ തന്നെ മേൽത്തട്ടിലുള്ള ഏതെങ്കിലും സൂപ്പർവൈസേഴ്സോ അല്ലെ ആരെങ്കിലും ഒക്കെ ഇങ്ങനെ എന്താണ് റിട്ടയർമെന്റ് കാര്യങ്ങൾ ചിലപ്പോൾ വോളണ്ടറി റിട്ടയർ ചെയ്ത് പോകാനായിട്ടുള്ള സാധ്യതകളൊക്കെ ഉണ്ടെങ്കിൽ പുറത്തുനിന്ന് ചിലപ്പോൾ ആപ്ലിക്കേഷൻസ് ക്ഷണിക്കുന്നതിന് പകരം തന്നെ നമ്മുടെ ഹോസ്പിറ്റലിൽ അതിന് മതിയായ സൂപ്പർവൈസേഴ്സ് ഉണ്ടോ എന്ന് ആദ്യം വിലയിരുത്തും. സോ ഇങ്ങനെ വിലയിരുത്തുന്നത് എങ്ങനെയാണ്, അവരുടെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കും. ഒപ്പം തന്നെ ഒരേപോലെ തന്നെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പിന്നെ അവരൊന്നും കൂടി ഒബ്സർവ് ചെയ്യും അല്ലെ. അവരൊക്കെയാണോ വിചാരിച്ച രീതിയിൽ തന്നെ അവരുടെ പ്രവർത്തനങ്ങൾ ഉണ്ടോ എന്നുള്ളത്, ബിഹേവിയറൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യും, അനലൈസ് ചെയ്യും അല്ലെ. അതുകൊണ്ട് തന്നെയാണ് ഒബ്സർവേഷൻ, അത് നിരീക്ഷണത്തിലൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ട് അവരുടെ പോസ്റ്റിംഗ് ഒക്കെ അല്ലെ പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ അവർക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോഴൊക്കെ അവര് തീർച്ചയായിട്ടും ഒബ്സർവ് ചെയ്തിട്ടാണ് എന്താ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പൊ ജസ്റ്റ് സെന്റൻസ് നോട്ട് ചെയ്ത് പോവാം. ഓക്കെ, പിന്നെ ഒരു വലിയ കിട്ടുന്നത് ഓപ്പറന്റ് കണ്ടീഷനിങ് ആണ് അല്ലെ. ഓപ്പറന്റ് കണ്ടീഷനിങ് എന്ന് പറയുമ്പോൾ എന്താണ് ഒരു പ്രത്യേക രീതിയിലുള്ള സൈക്കോളജിയാണ് വരുന്നത്. എന്തെങ്കിലും ഒരു കാര്യം അല്ലെ അവിടെ ഒരു പവർഫുൾ ടൂളാണ് മാനേജിങ് പീപ്പിൾ ഇൻ ഓർഗനൈസേഷൻ. പീപ്പിളിനെ മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പവർഫുൾ ടൂളാണ് എന്തെന്ന് പറയുന്നത് ഓപ്പറന്റ് കണ്ടീഷൻ എന്ന് പറയുന്നത്. അതിന്റെ ഒരു ഫേഷ്യൽ പോലെ ഒരുപാടുള്ളത് കൊണ്ട് തന്നെ ജസ്റ്റ് വലിയ വലിയ കാര്യങ്ങളൊന്നും ചോദിക്കാൻ വഴിയില്ല. പക്ഷെ ഓപ്പറന്റ് കണ്ടീഷനിൽ പ്രധാനമായിട്ടും എന്താന്നുള്ള കാര്യം നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി വെക്കുക. അതായത് ഒരു വ്യക്തി അല്ലെ പ്രത്യേകമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കുമ്പോൾ കൃത്യമായിട്ട് റിയാക്ട് ചെയ്യാനായിട്ടുള്ള പവർ അല്ലെ അവര് അതനുസരിച്ചിട്ട് അതായത് പ്രത്യേകിച്ച് പ്രതിഫലമോ അല്ലെങ്കിൽ ശിക്ഷാ നടപടിയോ ഒന്നും
തന്നെ നേരത്തെ കൂട്ടി പറയാതെ തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ അല്ലെ അവരോട് ചോദിക്കുമ്പോൾ തന്നെ റിയാക്ട് ചെയ്യുന്നത്. അതായത് ചിലപ്പോൾ വേണമെങ്കിൽ ആ ഒരു കണ്ടീഷൻ മനസ്സിലാക്കിയിട്ടാണ് അല്ലെ അവര് റിയാക്ട് ചെയ്യാനുള്ള പവർ മനസ്സിലാക്കിയതിന് ശേഷമാണ് ചിലപ്പോൾ അവർക്ക് ബൂസ്റ്റപ്പ് ആയിട്ട് കൊടുക്കാനായിട്ട് തീരുമാനിക്കുന്നത് അല്ലെ. അപ്പൊ ഒരു പ്രത്യേകിച്ച് നമുക്കറിയാം റിക്രൂട്ട്മെന്റ് കാര്യങ്ങളൊക്കെ നടത്തിയതിനു ശേഷം ഇന്റർവ്യൂ ടൈമുകളിൽ സെലക്ഷൻ ടൈമുകളിലൊക്കെ വരുമ്പോൾ നമുക്കറിയാം ചില കാര്യങ്ങളൊക്കെ ചില വാഗ്ദാനങ്ങളൊന്നും ഇല്ലാതെ തന്നെ ചില കാര്യങ്ങളൊക്കെ അവർക്ക് മുന്നിൽ ലഭ്യമാകും. സോ അവരിൽ നിന്നുള്ള റിയാക്ഷൻ മനസ്സിലാക്കിയിട്ട് ഇന്ന പേഴ്സൺ ഓക്കെ കുറച്ചും കൂടി ഇച്ചിരി കൂടിയും ബൂസ്റ്റപ്പ് ചെയ്ത് കുറച്ച് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്ത ഇന്ന വ്യക്തിയിൽ നിന്നും കുറച്ചും കൂടിയും അല്ലെ അവര് കൃത്യമായിട്ട് റെസ്പോണ്ട് ചെയ്യുക എന്ന് പറയുന്നത് അവരുടെ അറിവുള്ളത് കൊണ്ടാണ് അവർക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നത് അല്ലെ. അങ്ങനെ ആയിരിക്കില്ലേ? അറിവില്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യാൻ പറ്റുമോ? വോളണ്ടറി ബിഹേവിയർ ആണ് അല്ലെ അവിടെ പറയുന്നത്. ഓപ്പറേറ്റ് കണ്ടീഷൻ ഈസ് എ വോളണ്ടറി ബിഹേവിയർ ആൻഡ് ഇറ്റ് ഈസ് ഡിറ്റർമിൻഡ് മെയിൻ്റനൻഡ് ആൻഡ് കൺട്രോൾഡ് ബൈ കോൺസിക്വൻസ്. അതായത് ഓപ്പറേറ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് സ്വമേധയാ വരുന്ന ഒരു ബിഹേവിയർ ആണ്. എന്തെങ്കിലും ഒരു പാരിതോഷികമോ പണിഷ്മെന്റോ ഒന്നും കൊടുക്കാതെ തന്നെ ചില കാര്യങ്ങൾ അവരെ ഏൽപ്പിക്കുമ്പോൾ പറയുമ്പോൾ ഒക്കെ അവരിൽ നിന്നുണ്ടാവുന്ന സ്വമേധയുള്ള ഒരു പെരുമാറ്റ രീതി റിയാക്ഷൻ അത് മനസ്സിലാക്കിയിട്ട് അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ചിലപ്പോൾ വേണമെങ്കിൽ അത് നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കും. അല്ലെങ്കിൽ അതിന് ഇച്ചിരി ബൂസ്റ്റപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടി നന്നായിട്ട് ആ വ്യക്തിക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു വിലയിരുത്തലേക്ക് എത്തുകയാണ് ഈ ഓപ്പറേറ്റ് കണ്ടീഷനിൽ നടപ്പാക്കുന്നത്. ദെൻ അതിനുശേഷം എന്താണ് അപ്പൊ നമ്മൾ നല്ലൊരു അത്യാവശ്യം നല്ല കഴിവുള്ള വ്യക്തികളെ തിരഞ്ഞെടുത്തതിന് ശേഷം എന്താണ് നമ്മൾ അവരെ ഉത്തേജിപ്പിക്കാനായിട്ട് തുടങ്ങും അല്ലെ. റീഎൻഫോഴ്സ്മെന്റ് ശക്തിപ്പെടുത്താനായിട്ട് തുടങ്ങും. അതായത് ചിലപ്പോൾ വേണമെങ്കിൽ അങ്ങനെ ശക്തിപ്പെടുത്തുമ്പോഴാണ് പോസിറ്റീവ് റീഎൻഫോഴ്സ്മെന്റ് നെഗറ്റീവ് റീഎൻഫോഴ്സ്മെന്റ് എക്സ്റ്റിങ്ഷൻ ഒക്കെ വരുന്നത്. പോസിറ്റീവ് റീഎൻഫോഴ്സ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലെ അവിടെ തീർച്ചയായിട്ടും എന്താണ് അവർക്ക് പ്രധാനമായിട്ടും ഈ ഒരു അല്ലെ അവരുടെ പെർഫോമൻസ് എൻകറേജ് ചെയ്യാം. ഇച്ചിരി കൂടി ഇച്ചിരി കൂടി ശക്തിപ്പെടുത്തി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർക്ക് റിവാർഡുകളൊക്കെ കൊടുക്കും. സോ അവരെന്ത് ചെയ്യും നന്നായിട്ട് ബെറ്റർ ആയിട്ട് വർക്ക് ചെയ്യും. ഓക്കെ അതിൽ പ്രധാനമായിട്ട് പറയുന്നത് there are two forms of positive reinforcement, primary and secondary. അല്ലെ primary reinforcement such as food, water and sex are the biological importance. ഓക്കെ അതെല്ലാം ഇതെല്ലാം നമുക്കറിയാം അത് നമ്മുടെ അല്ലെ പ്രാഥമികമായിട്ടുള്ള ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് തന്നെ അത് ശക്തിപ്പെടുത്താം അത് നേടിയെടുക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കും. സോ അത്തരത്തിലുള്ള റിവാർഡ് കാര്യങ്ങളൊക്കെ അല്ലെ അതിന് വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങൾക്കൊക്കെ ആദ്യം കോൺസെൻട്രേറ്റ് ചെയ്യും. Then എന്താണ് സെക്കൻഡറി റീഎൻഫോഴ്സ്മെന്റ് ലൈക്ക് ജോബ് അഡ്വാൻസ്മെന്റ് റെക്കഗ്നിഷൻ പ്രൈസ് ആൻഡ് സ്റ്റിമുലസ്. ഇതൊക്കെ നിങ്ങൾ മറ്റേ മോട്ടിവേഷൻ അല്ലെ അവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ക്ലാസ്സിലോട്ട് തിയറിയിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആദ്യം ശ്രമിക്കും. അതിനുശേഷമാണ് അല്ലെ നമ്മൾ സെക്കൻഡറി ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ശ്രമിക്കുന്നത്. സോ അത് മനുഷ്യ സഹജമാണ്. ഒരു മനുഷ്യന്റെ ബിഹേവിയറിൽ വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെയാണ്. സോ എന്തെങ്കിലും കഴിവ് ഉണ്ടായെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആദ്യം തന്നെ ബൂസ്റ്റപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നത് അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാനായിട്ടുള്ള റിവാർഡ്സ് കാര്യങ്ങൾ കൊടുക്കുന്നു. സെക്കൻഡറി ആയിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റാനായിട്ടുള്ള റിവാർഡ്സ് കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുക്കുന്നു. സോ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവർ നല്ല രീതിയിൽ തന്നെ ബെറ്റർ പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. ഓക്കെ അല്ലേ? കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുന്നില്ലേ? ഇനി ഇത് വായിച്ച് നോക്കേണ്ടതായിട്ട് വരുമോ? മൈൻഡിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ലേ? നമുക്ക് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് അല്ലെ. നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുമ്പോൾ അല്ലെ എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ടുള്ള പണിഷ്മെന്റ് കിട്ടും എന്നുള്ള ഭയം അവർക്ക് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും അവരെ പ്രകടിപ്പിക്കുന്ന അവരുടെ കഴിവുകളൊക്കെ കുറച്ചും കൂടി അല്ലെ ബലപ്പെട്ട് നിർത്താനായിട്ട് അതായത് നന്നായിട്ട് മാക്സിമം നേരത്തെ പറഞ്ഞ മാതിരി റിവാർഡ് കിട്ടുന്നുള്ള ഒരു ബൂസ്റ്റപ്പിലല്ല അല്ലാതെ പണിഷ്മെന്റ് കിട്ടുമല്ലോ എന്ന് ഓർത്ത് അല്ലെ. നമ്മളവിടെ ഒരു ചെറിയ എക്സാമ്പിളൊക്കെ പറഞ്ഞു അല്ലെ ഹോംവർക്ക് ചെയ്തില്ലെങ്കിൽ എന്നെ കളിക്കാൻ വിടില്ലല്ലോ എന്നുള്ള ഒരു മൈൻഡോട് കൂടിയിട്ട് അവർ ഹോംവർക്ക് ചെയ്യും എന്ന് പറഞ്ഞ മാത്രം തന്നെ ഡ്യൂട്ടിയിൽ ഏർപ്പെടുത്തുമ്പോൾ എന്തെങ്കിലും അല്ലെ ഒരു ഡിമോഷൻ സാധ്യതകളൊക്കെ ഉണ്ടാകാനായിട്ട് അല്ലെ വേറെ ബ്രാഞ്ചിലേക്കൊക്കെ വിടുള്ളൂ എന്ന് ഓർത്ത് അവര് പരമാവധി വർക്ക് ചെയ്യുന്നതാണ്. എക്സ്റ്റിങ്ഷൻ എന്ന് പറയുമ്പോൾ ചില കാര്യങ്ങളൊക്കെ വേണ്ടാന്ന് അല്ലെ അവരുടെ നല്ല പ്രകടനത്തില് ചിലത് നമ്മൾ ബൂസ്റ്റപ്പ് ചെയ്ത് അവരൊന്നുകൂടി ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അതല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള റീഇൻഫോഴ്സ്മെന്റ് കൊണ്ട് അവരുടെ ജോലി നിലനിർത്താനായിട്ട് ശ്രമിക്കും. പക്ഷെ ചില സ്വഭാവങ്ങളൊക്കെ വേണ്ടാന്ന് വെക്കാനായിട്ട് ശ്രമിക്കും അല്ലെ. എക്സ്റ്റിങ്ഷൻ വംശനാശം സംഭവിപ്പിക്കും. അതിനു വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള തന്ത്രപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ മസ്റ്റായിട്ട് നോക്കുക
അതായത് ഈ ഒരു റീഎൻഫോഴ്സ്മെന്റ് അല്ലെ, ഇവിടെ നമ്മൾ ഓപ്പറേറ്റിംഗ് കണ്ടീഷൻസിൽ ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടെന്നല്ലേ, അത് നോട്ട് ചെയ്യാൻ ഞാൻ പറയാൻ വിട്ടുപോയി. അതായത് എന്താണ് പോസിറ്റീവ് റീഎൻഫോഴ്സ്മെന്റ്, നെഗറ്റീവ് റീഎൻഫോഴ്സ്മെന്റ്, എക്സ്റ്റൻഷൻ ആൻഡ് പണിഷ്മെന്റ് അല്ലെ. ദിസ് ക്യാൻ യൂസ് ഫോർ റീഎൻഫോഴ്സ്മെന്റ് സ്ട്രാറ്റജീസ്. 4 തന്ത്രപരമായിട്ടുള്ള സ്ട്രാറ്റജിയാണ് മാനേജ്മെന്റ് എടുക്കുന്നത്. അത് പോസിറ്റീവായിട്ട് അവരെ ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു കാര്യങ്ങൾ ചെയ്യുന്നു. ദെൻ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു റീഎൻഫോഴ്സ്മെന്റ് കൊടുക്കുന്നു. ദെൻ വംശനാശം വേണ്ടാതെ വെക്കണം എന്നുള്ള ഒരു രീതിയിൽ തന്നെയുള്ള ഒരു റീഎൻഫോഴ്സ്മെന്റ് നടത്തുന്നു. അതാണ് എക്സ്റ്റൻഷൻ ആൻഡ് പണിഷ്മെന്റ്. ഓക്കെ, ചിലപ്പോൾ വേണമെങ്കിൽ പണിഷ്മെന്റ് ഇസ് എ മെത്തേഡ് ഓഫ് കൺട്രോൾ എംപ്ലോയഡ് ഇൻ ഓർഗനൈസേഷൻ ടു ഡിസ്കറേജ് ആൻഡ് റിഡ്യൂസ് അനോയിങ് ബിഹേവിയർ ഓഫ് എംപ്ലോയി. ഓക്കെ, എംപ്ലോയിയുടെ ബിഹേവിയർ കൂടില്ലാത്ത വേണ്ടാത്ത കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടാതെ വെക്കാൻ വേണ്ടിയിട്ട് അല്ലെ. ചിലപ്പോൾ ആണെങ്കിൽ ഇമോഷൻ ഒക്കെ കൊടുത്തു കഴിയുമ്പോൾ തന്നെ, അതായത് പ്രൊമോഷന് പകരം ആ നല്ല ജോലിയിൽ നിന്ന് ഒന്നുകൂടി താഴേക്കുള്ള പോസ്റ്റിലേക്കാണ് കൊടുക്കുന്നത്. സോ അങ്ങനെ പോസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ എന്താണ്, അവൻ ആ പോസ്റ്റിൽ നിന്ന് എത്രയും പെട്ടെന്ന് നേരത്തെ പോസ്റ്റിലേക്ക് തന്നെ പോകാനായിട്ടുള്ള ശ്രമം നടത്തും. സോ അങ്ങനെയുള്ള രീതിയിൽ പണിഷ്മെന്റ് കൊടുത്തുകൊണ്ട് ആ രീതിയിൽ ഒക്കെ അവരെ ബൂസ്റ്റപ്പ് ചെയ്യുക, അവരെ പെരുമാറ്റ രീതിയെ മാറ്റിയെടുക്കുന്ന ഒരു രീതിയാണ് ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത്. ഓക്കെ അല്ലേ? ആ ഒരു ആരാണ് അത് വികസിപ്പിച്ചെടുത്തതെന്നൊക്കെയുള്ള കാര്യമൊക്കെ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്തേരെ. റഷ്യൻ ഫിസിയോളജിസ്റ്റ് Paulo, Ivan Paulo demonstrated the classical conditioning process. Classical conditioning process develop ചെയ്തെടുത്തത് ഇവാൻ പൗലോ ആണ്. പിന്നെ പ്രധാനമായിട്ടും വരുന്നത് മറ്റേ കണ്ടീഷനിങ്ങുകൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഒരു ലോ പറയുന്നുണ്ട്, അതായത് സോൺസ് കോൾഡ് ദിസ് ലോ ഓഫ് എക്സസൈസ് അല്ലെ. ഈ ലോ ഓഫ് എക്സസൈസ് അതിന്റെ തിയറിയാണ് അല്ലെ. ആ ഒരു രീതിയിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിന്റെ ആണോ അത് വെച്ചിട്ട് അതിന്റെ അണ്ടറിൽ വരുന്നതാണത്. Classical conditioning has a restricted value in the study of organization behavior. Restricted എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം ഒരു പരിമിതപ്പെടുത്തുക അല്ലെ. നമ്മൾ ബൂസ്റ്റപ്പ് ചെയ്യുക, അല്ലെങ്കിൽ നെഗറ്റീവ് റീഎൻഫോഴ്സ്മെന്റ് കൊടുക്കുക, അതല്ലെങ്കിൽ എന്താണ് താഴേക്ക് പണിഷ്മെന്റ് കൊടുക്കുക, ഒരു റെസ്ട്രിക്ഷൻസ് നിയന്ത്രണങ്ങൾ കൊടുക്കുകയാണ് അല്ലെ. നിങ്ങൾക്ക് നിയന്ത്രണങ്ങൾ കൊടുക്കുകയാണ് ബിഹേവിയറൽ ആയിട്ട് തന്നെ. ആ ഒരു രീതിയാണ് നമ്മുടെ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൽ പ്രധാനമായിട്ടും വരുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു പോയിന്റ് കൂടി ജസ്റ്റ് നോട്ട് ചെയ്ത് പോവുക. ഓക്കെ, ഇപ്പൊ ലേണിംഗ് തിയറി നമ്മൾ അതോടുകൂടി കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ലേണിംഗിന്റെ തന്നെ കമ്പോണൻസ് അല്ലെ. കമ്പോണൻസ് ഓഫ് ലേണിംഗ് പ്രോസസ് അതൊക്കെ നമ്മള് കണ്ടതാണ് അല്ലെ. ലേണിംഗ് ആ ഒരു ഇതുകളൊക്കെ കമ്പോണൻസ് എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് വലിയ എലമെന്റ്സ് ഓഫ് ലേണിംഗ് പ്രോസസ് ഇതെല്ലാം എന്താണ്, പലതരത്തിലുള്ള ഡ്രൈവുകൾ ഉണ്ടെങ്കിൽ അത് ഏതൊക്കെയാണ്, അങ്ങനെയൊക്കെയുള്ള ഒരു ക്ലാസിഫിക്കേഷനും അല്ലെ കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുക. അല്ലാതെ അതിൽ നിന്ന് ഡെഫിനേഷൻ കാര്യങ്ങളൊന്നും ചോദിച്ചു കാണാറില്ല. സോ അതുകൊണ്ട് മനസ്സിലാക്കി വെക്കുക. എന്താണ് ദ എലമെന്റ്സ് ഓഫ് ലേണിംഗ് പ്രോസസ് ആർ ഡ്രൈവ്, ക്യൂ സ്റ്റിമുലി, റെസ്പോൺസ്, റീഇൻഫോഴ്സ്മെന്റ് ആൻഡ് റിട്ടൻഷൻ. അതിന്റെ എലമെന്റ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഡ്രൈവ്, ക്യൂ സ്റ്റിമുലി, റെസ്പോൺസ്, റീഇൻഫോഴ്സ്മെന്റ് എന്താണ്, അതേപോലെ തന്നെ റിട്ടൻഷൻ ആണ്. ഓക്കെ, ലേണിംഗിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ് സ്ട്രോങ് സ്റ്റിമുലി ദാറ്റ് ഇംപ്ലൈസ് ആക്ഷൻസ് അല്ലെ. അവിടെ പ്രവർത്തനം അത് സാധ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉദ്ദേശമാണ് അവിടെ ലഭ്യമാക്കുന്നത്. 2 തരത്തിലുള്ള ഡ്രൈവ്സ് ഉണ്ടെന്ന് നമുക്ക് ഓർത്ത് വയ്ക്കുക. പ്രൈമറി എന്താണ് ഫിസിയോളജിക്കൽ ഡ്രൈവ്സ് ഉണ്ട്, സെക്കൻഡറി സൈക്കോളജിക്കൽ ഡ്രൈവ്സ്. ശാരീരികമായിട്ടും മാനസികമായിട്ടുള്ള രീതിയിലുള്ള ഉദ്ദേശങ്ങളാണ് ഇവിടെ വരുന്നത്. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പോവുക.
പിന്നെ എന്താണ് ക്യൂസ്ട്രിമിലി അല്ലെ, അവിടെ ക്യൂസ്ട്രിമിലി എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവിടെ എന്താണ് എക്സിസ്റ്റിംഗ് എന്താണ് ഗവൺമെന്റ് അല്ലെ, അവിടെ നിലനിർത്തി കൊണ്ടുപോകാനായിട്ടുള്ള ഒരു രീതി അല്ലെ, പരിസ്ഥിതിയുമായിട്ടുള്ള ബന്ധം അത് നിലനിർത്തി കൊണ്ടുപോകാനായിട്ടുള്ള ഒരു രീതി, അതായത് ഓർഗനൈസേഷനിലെ ആ ഒരു ചുറ്റുപാടിനോട് ചേർന്ന വിധത്തില് മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു രീതി. ഇവിടെ ജനറലൈസേഷൻ ആൻഡ് ഡിസ്ക്രിമിനേഷൻ ആണ് ഇവിടുത്തെ ക്ലാസിഫിക്കേഷൻ ആയിട്ട് വരുന്നത്. ജസ്റ്റ് അപ്പോ ആ ക്ലാസിഫിക്കേഷൻ അല്ലെ, ഓരോന്നരം വരുന്ന ആ ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ എലമെന്റ്സ് ഒക്കെ ജസ്റ്റ് മനസ്സിലാക്കി പോകാനായിട്ട് ശ്രമിക്കാതെ എന്താണെന്നുള്ളത് പൊതുവെ അത് നമുക്കറിയാം, ഒരു ബിഹേവിയറലായിട്ടുള്ള ഒരു നേച്ചർ ആയതുകൊണ്ട് തന്നെ അതിനെ കൂടുതൽ ഡെഫിനേഷൻ മോഡിലേക്ക് നമുക്ക് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കില്ല. സോ നിങ്ങൾ ആ ക്ലാസിഫിക്കേഷൻസ് ഒക്കെ മസ്റ്റായിട്ട് മനസ്സിലാക്കി പോവുക. ക്യൂസ്റ്റമിലും ഉണ്ട് എന്താണ് ജനറലൈസേഷൻ ആൻഡ് ഡിസ്ക്രിമിനേഷൻ. റെസ്പോൺസിലൊന്നും അത്രയും ക്ലാസിഫിക്കേഷൻസ് ഒന്നും പറയുന്നില്ല അല്ലെ. റെസ്പോൺസ് എന്ന് പറയുമ്പോഴും നമുക്കറിയാം പ്രതികരണം, അതൊക്കെ ജസ്റ്റ് ആ ഹെഡിങ് വെച്ചിട്ട് നോക്കിയാൽ മതി. റെസ്പോൺസ് അല്ലെ, നമ്മള് ഫിസിക്കൽ ഫോംസോട് ടേംസ് ഓഫ് ആറ്റിറ്റ്യൂഡ്, ഫെമിലാരിറ്റി, പെർസെപ്ഷൻ ഓർ അതർ കോംപ്ലക്സ് ഫിനോമിന അല്ലെ. അപ്പൊ എന്താ ഫിസിക്കൽ ആയിട്ടുള്ള ഒരു രീതിയിലാണ് ഇത് ചെയ്യുന്നത്. അതായത് നമുക്കറിയാം എന്താണ് നമ്മുടെ ആറ്റിറ്റ്യൂഡുകൾ, മനോഭാവങ്ങൾ അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ഒരു ചേരൽ അല്ലെങ്കിൽ ഇടപെടലുകൾ, ധാരണകൾ, ഇതെല്ലാം തന്നെ ഇതിലേക്ക് റെസ്പോൺസിലേക്ക് എത്തുകയാണ്. അതായത് നമ്മള് പ്രതികരിക്കുന്നതിലേക്ക് എത്തുകയാണ് അല്ലെ, നമ്മുടെ മനോഭാവം അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ പ്രതികരിക്കുന്നത്. സോ ആ ഒരു രീതിയിലേക്ക് അതെടുക്കാം. റീഎൻഫോഴ്സ്മെന്റ് ജസ്റ്റ് നമ്മൾ കടന്നു പോയതാണ്. അതായത് നമ്മളിപ്പോ ലേണിംഗ് ചെയ്ത് അനുസരിച്ചിട്ട് ചിലപ്പോ ആണെങ്കിൽ അല്ലെ മോഡിഫിക്കേഷൻ അല്ലെ മോഡിഫിക്കേഷൻ വരുത്തണമെങ്കിൽ ചിലപ്പോൾ നമ്മൾ ബൂസ്റ്റപ്പ് ചെയ്ത് കൊടുക്കും. വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മൾ നെഗറ്റീവ് ആയിട്ടുള്ള റീഎൻഫോഴ്സ്മെന്റ് കൊടുക്കും അല്ലെ, അവിടെ നിലനിർത്തി കൊണ്ടുപോകേണ്ടതുണ്ടെങ്കിൽ. അതല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ പണിഷ്മെന്റ് ആയിട്ട് കൊടുക്കും. ചിലപ്പോൾ വേണ്ടെങ്കിൽ എന്താ പറയുക, നമ്മള് മോശം അല്ലെ റെക്റ്റീവ് അതിനനുസരിച്ചിട്ടുള്ള രീതിയിലുള്ള നിലപാട് കൊടുക്കും. പിന്നെ എന്താണ് റിറ്റൻഷൻ എന്ന് പറയുമ്പോൾ നിലനിർത്തി പോകേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കൺസിസ്റ്റൻസി ഓഫ് ലേണിംഗ് ബിഹേവിയർ അല്ലെ, ആ ഒരു രീതിയാണ് റിറ്റൻഷനിൽ പറയുന്നത്. ദ കൺസിസ്റ്റൻസി ഓഫ് ലേണിംഗ് ബിഹേവിയർ ഓവർ ടൈം ഈസ് ഡിഫൈൻഡ് ആസ് റിറ്റൻഷൻ ആൻഡ് ദ കൺവേഴ്സ് ഓഫ് ഫോർഗെറ്റിംഗ്. അവിടെ കൃത്യമായിട്ട് തന്നെ ഒരു കാര്യം ഡെഫിനേഷൻ പറയുന്നുണ്ട്. സോ അതൊന്ന് നോട്ട് ചെയ്ത് പോവുക. ദ കൺസിസ്റ്റൻസി ഓഫ് ലേണിംഗ് ബിഹേവിയർ ഓവർ ടൈം ഈസ് ഡിഫൈൻഡ് ആസ് റിറ്റൻഷൻ. ജസ്റ്റ് ഓരോ കാര്യങ്ങളിലും ഒരു ഫസ്റ്റ് സെന്റൻസ് ഞാൻ എപ്പോഴും പറയുന്ന കാര്യം അതാണ്. ജസ്റ്റ് അത് മനസ്സിലാക്കാനായിട്ട് ഒരു ചെറിയൊരു ലൈൻ ഇവിടെ എടുത്ത് പ്രതിപാദിക്കുന്നുണ്ട് അല്ലെ. അതിനേക്കാൾ അപ്പുറം അതിനെ വിവരിക്കുന്നത് നമ്മൾ ബിഹേവിയറിലായിട്ട് മനസ്സിലാക്കാനുള്ള കണ്ടന്റ് ആണ്. പിന്നെ കുറച്ച് അല്ലെ എന്താണ് ക്ലാസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. സോ ആ ഒരു കണ്ടന്റ് മനസ്സിലാക്കി എടുക്കുക. ക്ലാസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇത് മനസ്സിലാക്കി വെക്കേണ്ടതാണെങ്കിൽ ക്ലാസിഫിക്കേഷനും എലമെന്റ്സും അല്ലെങ്കിൽ ആ ജസ്റ്റ് ഒരു 1 ലൈൻ അല്ലെങ്കിൽ 1-2 ലൈൻ എന്താണെന്നുള്ളത് നിങ്ങൾ മസ്റ്റായിട്ട് പഠിച്ചു വെക്കും. ഓക്കെ, നമുക്ക് മുന്നോട്ട് പോകാലോ. ഓർഗനൈസേഷൻ കമ്മിറ്റ്മെന്റ് ആൻഡ് ഇൻവോൾവ്മെന്റ് ആണ്. അതായത് അത് പ്രധാനമായിട്ടും കമ്മിറ്റ്മെന്റ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഓർഗനൈസേഷൻ കമ്മിറ്റ്മെന്റ് റെഫേഴ്സ് ടു ആൻ ഇൻഡിവിജ്വൽസ് സെൻസ് ഓഫ് ഐഡന്റിഫിക്കേഷൻ വിത്ത് ആൻഡ് ലോയൽറ്റി ടു ആൻ ഓർഗനൈസേഷൻ അല്ലെ. അവിടെ ഓർഗനൈസേഷനിലെ വിശ്വസ്തത ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മൾ അപ്പോഴും നമുക്കറിയാം തൊഴിലാളികളെ നമ്മൾ നിലനിർത്തുന്നതാണ്. അതായത് അവർക്കൊരു വിശ്വാസം ജനിക്കുന്ന മാതൃകയിൽ നമ്മൾ എന്തെങ്കിലും ലഭ്യമാക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കൊരു കമ്മിറ്റ്മെന്റ് ഉണ്ടാവും അല്ലെ. ആ സ്ഥാപനത്തിനോട് ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. അവിടെ സിൻസിയർ ആയിട്ട് അതിൽ പങ്കാളിയാവുന്നതാണ്. അപ്പൊ ഇൻ കേസ് ഒരു ഡിസിഷൻ എടുക്കുമ്പോഴോ അല്ലെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, ഇപ്പൊ ഒരു കേസ് ടോപ്പ് ലെവലിലുള്ളവര്, അതായത് നമ്മളിപ്പോ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ളവരാണ് മെയിൻ ആയിട്ടുള്ള പ്രധാന കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. സോ ഇവരും കൂടി കൂട്ടിച്ചേർന്ന ഒരു തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോഴെന്താ പ്രത്യേകത, അവർക്ക് ഒരു കമ്മിറ്റ്മെന്റ് ആ സ്ഥാപനത്തിനോടുണ്ടാവും അല്ലെ. അപ്പൊ അവര് സിൻസിയർ ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കും. സോ അവരെയൊക്കെ ഒഴിച്ചു നിർത്തിയിട്ട് ഒരു തീരുമാനം എടുത്തിട്ട് അവരെ കൊണ്ട് അങ്ങനെ നടപ്പാക്കാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ
അവിടെ എന്താണ് അവിടെ ഐക്യത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോകാനായിട്ട് അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. സോ അത്തരത്തിലുള്ള രീതി അവലംബിക്കേണ്ടതാണ് ഓർഗനൈസേഷൻ ആയതുകൊണ്ട് നമുക്കറിയാം നമ്മുടെ ഓർഗനൈസേഷൻ എന്താണ് ലക്ഷ്യമിടുന്നത് ആ ലക്ഷ്യത്തിലേക്ക് അവരെയും കൂടി പങ്കാളികളാക്കി മുന്നോട്ട് പോകാനായിട്ടുള്ള ശ്രമമാണ് അവിടെ എടുത്തു പറയുന്നത്. സോ ഓർഗനൈസേഷൻ കമ്മിറ്റ്മെന്റ് എന്താണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഇൻഡിവിജ്വൽ സെൻസ് ഓഫ് ഐഡന്റിഫിക്കേഷൻ വിത്ത് ആൻഡ് ലോയൽറ്റി ടു ആൻ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷന് ഓടെ വിശ്വസ്തത വേണോ അല്ലെ അത് തീരുമാനിക്കുന്നതാണ്, അത് ഐഡന്റിഫൈ ചെയ്യുന്നതാണ് ഓർഗനൈസേഷൻ കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത്. Then involvement refers to a person willingness to be a team member and work beyond the usual standards of the job. Okay, അതായത് നമ്മൾ ഒരു ടീമായിട്ട് അല്ലെ അവരുടെ മെമ്പേഴ്സിനെയൊക്കെ ടീമായിട്ട് നമുക്ക് ഉൾപ്പെടുത്തി കൊണ്ടുപോകാൻ അല്ലെ അതിനുള്ള ഒരു സ്റ്റാൻഡേർഡ് ആ ജോലിയിൽ ആ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ കൂടി ഉൾപ്പെടുത്തി മുന്നോട്ട് പോകുക എന്നുള്ള ഒരു സ്റ്റാൻഡേർഡാണ് കീപ്പ് ചെയ്യുന്നെങ്കിൽ ആണ് അല്ലെ. ഇൻവോൾവ്മെന്റും കമ്മിറ്റ്മെന്റും അപ്പൊ രണ്ടും ഒരേ പാർട്സിലാണ്. അതായത് അവരെ പങ്കാളിയാക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് അവരോട് എംപ്ലോയീസിന് ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടാവുള്ളൂ, അവരോട് സിൻസിയർ ആയിട്ട് വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു താല്പര്യം ഉണ്ടാവും. അപ്പൊ നമുക്ക് അറിയാം അഡ്മിനിസ്ട്രേറ്റീവ് പൊസിഷനിലുള്ളവരെ തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ അവരെ ഇൻവോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ അങ്ങനെ വരുമ്പോൾ അവരൊരു പ്രതിജ്ഞാബദ്ധത അല്ലെ അവർക്കൊരു സിൻസിയർ ആയിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ അത് രണ്ടും മനസ്സിലാക്കി തന്നെ പഠിക്കാം. രണ്ടാമത് ആറ്റിറ്റ്യൂഡ് ആണ്. ഓക്കെ, അവിടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നതും ഒരു കാര്യങ്ങൾ പറയുന്നുണ്ട്. ഡിഫൈൻഡ് ആസ് ലേൺഡ് പ്രീ ഡിസ്പൊസിഷൻ to respond in a consistency, favorable, unfavorable manner with respect to a given object. അല്ലെ അവിടെ കൃത്യമായിട്ട് പറയുന്നത് എന്താണ്, അവിടെ എന്താണ് ഓരോ കാര്യങ്ങൾക്ക് അല്ലെ ഒരു കൃത്യമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് ഉണ്ടായിരിക്കണം അല്ലെ, അവരുടെ മുൻകരുതൽ വേണം. തീർച്ചയായിട്ടും ഒരു മനോഭാവങ്ങൾ അവരില് നല്ലൊരു മനോഭാവം ഉണ്ടാവണമെങ്കിൽ നിലത്തിൽ കൂട്ടിയൊരു തീരുമാനത്തോട് കൂടിയിട്ടായിരിക്കണം അവർക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അപ്പൊ ആറ്റിറ്റ്യൂഡ് ഈസ് എ ഡിഫൈൻഡ് ആസ് എ ലേൺഡ് predisposition to respond in a consistency, favorable, unfavorable manner with the respective object. ആ ഒരു ഒബ്ജക്റ്റ് അല്ലെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ആണെങ്കിൽ അതിന് വേണമെങ്കിൽ അനുയോജ്യമായിട്ടോ അല്ലെങ്കിൽ അൺഫേവറബിൾ ആയിട്ടുള്ള മാനർ ഉണ്ടാവും. അതിനോട് ഇച്ചിരി കൂടി എന്താണ് ഫേവറബിൾ ആവുക എന്ന് പറയുന്നത് അനുകൂലമായിട്ടുള്ളത് അല്ലെങ്കിൽ അൺഫേവറബിൾ ആയിട്ടുള്ള റെസ്പോണ്ടുകൾ ഉണ്ടാവും. അപ്പൊ അതിന് വേണ്ടിയിട്ട് മുൻകൂട്ടി അറേഞ്ച് ചെയ്തിട്ടായിരിക്കണം ഓരോ കാര്യങ്ങളൊക്കെ നമുക്ക് തീരുമാനിച്ചു കൊടുക്കാനായിട്ട്. എപ്പോഴും നമുക്കറിയാം നല്ലൊരു മനോഭാവം ഉണ്ടാവണമെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു റെസ്പോണ്ടുകൾ ഉണ്ടാവണമെങ്കിൽ തീർച്ചയായിട്ടും അതിനനുസരിച്ചിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കണം. എങ്കിൽ മാത്രമാണ് നല്ല മനോഭാവത്തോട് കൂടിയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. എവിടെയാണ് നമ്മൾ കോഗ്നിറ്റീവ് കമ്പോണന്റ്, അഫക്റ്റീവ് കമ്പോണന്റ്, ഇൻവെൻഷണൽ കമ്പോണന്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അല്ലെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഹൗ ഫീൽ ടുവേർഡ്സ് ദ സിറ്റുവേഷൻ, ഹൗ വി ഇന്റൻഡ് ബിഹേവിയർ ടുവേർഡ്സ് ദ സിറ്റുവേഷൻ, വൈ ഡു വി ഫീൽ ദാറ്റ് വേ അല്ലെ. അവിടെ നമ്മൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഓരോന്നും എങ്ങനെയാണ് അല്ലെ. അഫക്റ്റീവ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ആ ഓരോരുത്തരുടെയും മനോഭാവങ്ങൾ വ്യത്യസ്തമായിരിക്കണം. അപ്പൊ ആ വ്യത്യസ്തമായിട്ടുള്ള മനോഭാവങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ഓരോ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. ഓക്കെ, പ്രത്യേകിച്ചൊന്നും കാണാറില്ല. ഓരോ കമ്പോണൻസും കാര്യങ്ങളൊക്കെയാണ്. അതായത് ഫോർമേഷൻ ചേഞ്ചും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ആറ്റിറ്റ്യൂഡിനെ അത്രയും അല്ലെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ഒന്നും വരാത്തത് കൊണ്ട് ജസ്റ്റ് മനസ്സിലാക്കി തന്നെ പോവാം. അഫക്റ്റീവ് കമ്പോണന്റ് എന്ന് പറയുന്നത് ആറ്റിറ്റ്യൂഡ് റിഫ്ലക്ട് ഫീലിംഗ്സ് ഇമോഷൻസ് ദാറ്റ് ഇൻഡിവിജ്വൽ ടുവേർഡ്സ് സിറ്റുവേഷൻ അല്ലെ. സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ള അഫക്റ്റീവ് കമ്പോണന്റ് എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. ഫീലിംഗ് ആൻഡ് ഇമോഷൻസ് ദാറ്റ് ആൻ ഇൻഡിവിജ്വൽ ഹാസ് ടു ടുവേർഡ്സ് സിറ്റുവേഷൻ. എനിക്ക് തോന്നുന്നു ഒരു എക്സാമ്പിൾ സഹിതമാണ് അവിടെ പറഞ്ഞത്. ഒരാൾക്ക് ഒരു മനോഭാവം ഉണ്ടാവണമെങ്കിൽ ചിലപ്പോൾ മറ്റൊരു വ്യക്തിക്ക് മറ്റൊരു മനോഭാവമായിരിക്കും. അതായത് നേരത്തെ കൂട്ടിയുള്ള അവരുടെ ധാരണകളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഈ മനോഭാവങ്ങളൊക്കെ വരുന്നത്. ചിലപ്പോഴാണെങ്കിൽ അവരുടെ എക്സ്പീരിയൻസ് അനുസരിച്ചിട്ടായിരിക്കും അവൻ റിയാക്ട് ചെയ്യുന്നത് അല്ലെ. ഒരു ആക്സിഡന്റ് കേസ് എന്തൊക്കെയോ എന്ന് തോന്നുന്നു ഞാൻ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത്. അതൊക്കെ ഓർത്ത് വെച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കാം. ഫീലിങ്സ് അല്ലെങ്കിൽ ഇമോഷൻസ് അല്ലെ, അവന്റെ ഫീലിങ്സും
അയാളുടെ വികാരങ്ങളൊക്കെയാണ് അവിടെ പ്രകടമായിട്ട് കാണിച്ചു തരുന്നത്. അപ്പൊ അഫക്റ്റീവ് കമ്പോണൻസ് ഓഫ് ആൻ ആറ്റിറ്റ്യൂഡ് റിഫ്ലെക്ട്സ് ഫീലിംഗ്സ് ആൻഡ് ഇമോഷൻസ്, അല്ലെങ്കിൽ ഡാഷ് കമ്പോണൻസ് ആൻഡ് റിഫ്ലെക്ട്സ് എന്നുള്ള രീതിയിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കി വെക്കുക. അഫക്റ്റീവ് കമ്പോണൻസ് ആണ് റിഫ്ലക്ട് ചെയ്യുന്നത് ഫീലിംഗ്സ് ആൻഡ് ഇമോഷൻസ്. ഓക്കെ, ഇവിടെയാണ് അല്ലെ ഒരു കമ്പോണൻസുകൾ വേർതിരിച്ച് പറയുന്നതും ഇവിടെ തന്നെയാണ്. കൊഗ്നിറ്റീവ് കമ്പോണൻസ് എന്ന് പറയുന്നത് നോളജിൽ നിന്ന്, അറിവിൽ നിന്നാണ് അവന് ആ ഒരു ഇതുകൾ വരുന്നത് അല്ലെ. ആ ഒരു എക്സാമ്പിളിൽ നിന്നാണ് നിങ്ങൾക്ക് അത് വീണ്ടും വിവരിച്ചു തരാനുള്ള ടൈമില്ല. ഒരു എക്സാമ്പിൾ എടുത്ത് പറഞ്ഞായിരുന്നെങ്കിൽ കുറച്ചും കൂടി നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റിയത്. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ അവൻ ജസ്റ്റ് അഭിമുഖീകരിച്ചത് കൊണ്ടാണ് അവന് അങ്ങനെ ഒരു റിയാക്ഷൻ ഉണ്ടായത്. ആ ഒരു രീതിയിലാണ് അത് മനസ്സിലാക്കേണ്ടത്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പോയാൽ മതി. ഓക്കെ ഓക്കെ, മോക്ക് ടെസ്റ്റിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ മോസ്റ്റ്ലി നിങ്ങൾ എന്താണ് മനസ്സിലാക്കി പോവുക. ഓർഗനൈസേഷൻ ബിഹേവിയറിൽ ജസ്റ്റ് പക്ഷെ ലാസ്റ്റ് എനിക്ക് തോന്നുന്നു ഈ എടുത്ത ലാസ്റ്റ് ഭാഗങ്ങളൊക്കെ ഓക്കെയാന്ന് തോന്നുന്നു അല്ലേ? ഓക്കെയാണോ? ആറ്റിറ്റ്യൂഡ് ഇവിടെ എത്തിയില്ല, മര്യാദയ്ക്കൊന്നും പറഞ്ഞ് പോകാനായിട്ട് പറ്റിയില്ല. അതിനുശേഷമുള്ള ഭാഗങ്ങളൊക്കെ ഓക്കെയായോ? ഓക്കെയല്ലേ? ഓർഗനൈസേഷൻ കമ്മിറ്റ്മെന്റ് ആൻഡ് ഇൻവോൾവ്മെന്റ് ഒക്കെയാണ്. ഓക്കെ, ആറ്റിറ്റ്യൂഡ് ഒക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജസ്റ്റ് വെച്ച് ഓർത്ത് നോക്കി എത്രയും പെട്ടെന്ന് തീർക്കാനുള്ള ഒരു ഇതില് അത് അത്രയും അങ്ങോട്ട് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഓക്കെ, എനിവേ നിങ്ങൾ പരമാവധി തന്നെ വായിച്ചു നോക്കിയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിൽ പ്രധാനമായിട്ടും ആ ഹെഡിങ്സുകൾ വെച്ചിട്ട് ഫസ്റ്റ് കാര്യങ്ങൾ ഞാൻ എല്ലായ്പ്പോഴും പറയുന്ന മാതിരി തന്നെ ക്ലാസ്സിൽ വലിയതായിട്ട് ബൈഹാർട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കാതെ. ഓർഗനൈസേഷൻ ബിഹേവിയർ ഒരിക്കലും ബൈഹാർട്ട് പഠിക്കാനായിട്ട് പറ്റുമോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ബൈഹാർട്ട് പഠിക്കാൻ പറ്റുമെന്ന്? ആണോ? മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പോയാൽ മതി എന്ന് ഓർത്തിട്ടാണ് കയറിയത്. പക്ഷെ നമ്മൾ വീണ്ടും അതിലേക്ക് തന്നെ ഓർഗനൈസേഷൻ ബിഹേവിയർ നിങ്ങൾക്ക് ഒന്നുകൂടി പറഞ്ഞ് എന്താ പറയാ ഫലിപ്പിച്ചു തരാമെന്നുള്ള ഒരു മൈൻഡിലേക്ക് വന്നതാണ്. ഓക്കെ, എനിവേ എന്തായാലും നിങ്ങൾ എല്ലാവരും വായിച്ചു നോക്കുക. എക്സാമിന് ഇനിയും ടൈമുകളുണ്ട്, അപ്പൊ സമയം എടുത്ത് തന്നെ വായിച്ചു നോക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, എല്ലാവരും പരമാവധി നേരത്തെ തന്നെ വായിച്ചു നോക്കാം കേട്ടോ. ഓർഗനൈസേഷൻ ബിഹേവിയർ ഇച്ചിരി പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റില്ല, കുറച്ച് സമയം എടുത്ത് തന്നെ ഗ്രാസ്പ് ചെയ്യേണ്ടതായിട്ട് വരും. അതിനനുസരിച്ചിട്ട് തന്നെ ഒരുങ്ങാം. ഓക്കെ, എന്തെങ്കിലും പറയാനുണ്ടോ? അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട്. ആണോ? ഓക്കെ, അപ്പൊ എക്സാമിന് ഇനി അധികം ടൈമില്ല, കുറച്ചുകൂടി ഇരിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു. അതായത് നിങ്ങൾക്ക് ടൈം ടേബിൾ ഒക്കെ തന്നോ തോന്നുന്നു അല്ലെ? ടൈം ടേബിൾ തന്നോ? എക്സാം ടൈം ടേബിൾ തന്നോ? ഓക്കെ, അപ്പൊ നിങ്ങൾ പഠിച്ചു തുടങ്ങി കാണും അല്ലേ? ഓക്കെ, എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കത് ക്ലിയർ ചെയ്ത് പോവായിരുന്നു. പക്ഷെ നിങ്ങൾ വായിച്ചു നോക്കാത്ത കാരണം കൊണ്ട് ഡൗട്ടുകൾ പറയുന്നില്ല. പിന്നെ എവിടെ വെച്ചാൽ തുടങ്ങണമെന്ന് നമുക്ക് ഐഡിയ ഇല്ല. സോ എന്തായാലും ഞാൻ ഇപ്പൊ എടുത്ത ഭാഗങ്ങൾ ഇനിയും എനിക്ക് തോന്നുന്നു പഠിക്കാൻ ജസ്റ്റ് വായിച്ച് നോക്കിയാൽ മതിയാവായിരിക്കും. ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഒത്തിരി സമയം തന്നെ പഠിക്കാനൊക്കെ ശ്രമിക്കും. ഓക്കെ, താങ്ക് യു.